എല്ലാവർക്കും നമസ്കാരം. IFBHന്റെ 2071 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡിയാർ. നമുക്കെല്ലാം അറിയാവുന്ന വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്താൻ അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്ത ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പരിചയപ്പെടുത്തുന്നില്ല. ഫിസിഷ്യൻ ആൻഡ് ബിഹേവിയർ സയൻസ് USA വേണുഗോപാൽ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ആദരവ് ക്ഷണിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മുറിക്കുള്ളിലെ ആന. ഓരോ തവണയും ഓരോ ആനയുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇന്നത്തെ ആന എന്താണെന്നൊക്കെ നോക്കാം. സാർ പ്ലീസ്. Okay, let me start the slideshow. Just want to make sure that everything goes well. കാണാമോ എന്റെ സ്ലൈഡ്? കാണാം സാർ, കാണാം. ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. മുറിക്കുള്ളിലെ ആന. അതിന്റെ ഇംഗ്ലീഷ് ഇത് ആദ്യം കാണിക്കാം. സ്ലൈഡ്. എലിഫന്റ് ഇൻ ദി റൂം, അതാണ് ഇംഗ്ലീഷ്. മലയാളത്തിലാണ് മുറിക്കുള്ളിലെ എന്നെ വിളിച്ചായിരുന്നാ? മുറിക്കുള്ളിലെ ആന. ഇവിടെ എന്താ കാണുന്നത്? ഒരാള് ഒരു കമ്പ്യൂട്ടറിന്റെ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് പണിയെടുക്കുന്നു. അങ്ങയുടെ പുറകിൽ ഒരു ആന ഇമ്മീഡിയറ്റ് ബിഹൈൻഡ്, എന്നിട്ട് അയാളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആന പുഷ് ചെയ്ത് അയാൾ ഇങ്ങനെ മുന്നോട്ട് തള്ളി അങ്ങനെ ഇരുന്ന്, എന്നിട്ടും അങ്ങേര് അതൊരു ഇൻകൺവീനിയൻസ് ആണ്, അങ്ങേർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആണ്. എന്നിട്ട് അങ്ങേരോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങേര് അതിനെ ഇഗ്നോർ ചെയ്യുന്നു, അവഗണിക്കുന്നു. അങ്ങനത്തെ ഒരു ആന ഉള്ളതായിട്ട് പോലും അങ്ങേര് ഭാവിക്കുന്നില്ല. So you are ignoring an obvious problem. I'll explain. It is an idiom. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി when I did some search, ആ ഇഡിയം എന്നുള്ള വാക്കിന്റെ മലയാളത്തിന്റെ വെച്ചാല് ഇല്ല, ശരിക്കുള്ള ഇല്ല. ചിലർ പറയുന്നത് ഭാഷാ പ്രയോഗം, ഭാഷാ ശൈലി, പഴഞ്ചൊല്ല്, ഇങ്ങനെ ഓരോന്നും പറയുന്നതല്ലാതെ വാട്ട് എക്സാക്ട്ലി ദി മലയാളം വേർഡ് ഫോർ ഇഡിയം കിട്ടിയില്ല. ഈ വാക്ക് ഇഡിയം, അതായത് എലിഫന്റ് ഇൻ ദി റൂം എന്നുള്ളത് 200 കൊല്ലത്തിലേറെ പഴക്കമുള്ള ഒരു ഇഡിയമാണ്. റഷ്യയിലെ ഒരു പോയറ്റ് അങ്ങേര് എഴുതിയാണ് ദി ഇൻക്വിസിറ്റീവ് മാൻ. എ ക്യാരക്ടർ ഡിസ്ക്രൈബ്സ് മെനി ടൈനി ഡീറ്റെയിൽസ് ടു എ ഫ്രണ്ട് ബട്ട് ഓവർലുക്സ് ആൻ ആക്ച്വൽ എലിഫന്റ്. അതായത് ഒരാൾ മ്യൂസിയത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അയാളുടെ ഫ്രണ്ടിന്റെ അടുത്ത് അവിടെ എന്തൊക്കെ കണ്ടു, അവിടെ ചെറിയ മറ്റേ ഇത് കുരങ്ങ് കണ്ടു, മറ്റേ ഇത് കണ്ടു, മറ്റേ ആ പെയിന്റിങ് കണ്ടു, ഇത് കണ്ടു, എല്ലാം പറയുന്നു. പക്ഷെ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു, ആനയെ കുറിച്ച് അയാൾ പറയുന്നില്ല. ആന ഉള്ളത് ആനയെ കുറിച്ച് പറയുന്നില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പണ്ടേ പറയും. അതായത് ഈ ആന പോകുന്ന ആ വലിയ ഓട്ട അടയ്ക്കുന്നില്ല, കൊതുക് പോകുന്ന ആ ഓട്ടയെല്ലാം അടയ്ക്കുമെന്ന് പറയും. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എസ് ചാറ്റ് ബോക്സിൽ. അതായത് കൊതുക് പോകുന്ന അതിനെ കയറി ചെന്ന് ബ്ലോക്ക് ചെയ്യും, പക്ഷെ ആന പോകുന്നു ഇല്ല. യെസ്, താങ്ക് യു. അതാണ് ഇതിന്റെ ശരിക്കുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. മലയാളത്തിൽ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എന്റെ ടോക്ക് വന്നിട്ട് ഐ ട്രൈ ടു എന്റർടൈൻ ദി ഓഡിയൻസ്. എന്റർടൈൻമെന്റ് കൂടെ തന്നെ നോളജ്, അറിവ് കൊടുത്ത് ഒന്ന് എൻലൈറ്റൻ ചെയ്യിക്കുക, എന്നിട്ട് അതിൽ കൂടെ പവർ കൊടുക്കുക. ഇതിൽ ഓൾഡ് സേയിങ് ഉണ്ട്, നോളജ് ഈസ് പവർ. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ ഏത് ടോക്ക് കൊടുക്കുകയാണെന്ന് വെച്ചാലും ഞാൻ അതിൽ ഫാക്ട്സ്, ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഞാൻ എൻ്റെ ആയിട്ടുള്ള ഊഹം അല്ലെങ്കിൽ ഇതാണ് ഞാൻ ധരിക്കുന്നത് കേട്ടോ, ഞാന് അങ്ങനെയാണ്. ഒരാൾ ചോദിക്കുന്നു അതിന് എന്താണ് എവിഡൻസ്, ഫാക്ട്. എവിഡൻസ് ഒന്നുമില്ല, ഞാൻ പറയല്ലേ. ഞാൻ ആര്? ഞാൻ പറഞ്ഞാൽ പിന്നെ തർക്കിച്ചളയരുത്, ചോദിച്ചളയരുത്. ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെ വിഴുങ്ങിക്കൊള്ളാം.
അങ്ങനെ ഞാൻ പറയാറില്ല. ഐ ഷെയർ ഫാക്ട്സ് ആൻഡ് എവിഡൻസ്, സ്റ്റോറീസ്. പിന്നെ കഥയിൽ കൂടെ അല്ലേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആമയും മുയലും കഥ എന്തിനാണ് വന്നത്? എല്ലാവർക്കും അറിയാമല്ല കഥ. എന്തിന് ചെറുപ്പകാലത്തിന് പഠിച്ചത് എന്തോന്നാണ്? എന്തുകൊണ്ടാണ് കഥ? ആ കഥയിൽ കൂടെയാണ് നമുക്ക് അമിത വിശ്വാസം, ആത്മവിശ്വാസം. അതാണ് മുയൽ തോക്കാൻ കാരണം. മുയലിന് അറഗൻസ് വന്നു. ഈ ആമ പതുക്കെ പതുക്കെ കഴിഞ്ഞ് വരികയല്ലേ, ഞാനിന്നാ ചാടി ഓടി, ഞാൻ എത്ര നേരത്തെ എത്തും. അതാണ് ഇടയ്ക്ക് വിചാരിച്ചു ഒന്ന് റെസ്റ്റ് എടുത്തളയാം. ആമ അവിടെ പുറകെ കിടക്കുകയല്ലേ, അത് ഒരിക്കലും എത്തത്തില്ല. എന്തായി അവസാനം? ആമ സ്റ്റഡി, സ്ലോ ആൻഡ് സ്റ്റഡി, അത് വിൻ ചെയ്തു റേസ്. ഈ കഥ അറിയാമല്ലോ, അറിയാവുന്നുണ്ടെങ്കിൽ എസട്ടെ. ഈ കഥ അറിഞ്ഞൂടാത്ത ആരും ഉണ്ടെന്ന് തോന്നില്ല ഇതിനകത്ത്, ഒരു കോഴിക്കുഞ്ഞു പോലും. അപ്പൊ ആ കഥയിൽ കൂടി, മനോജി, ആ കഥയിൽ കൂടി ഒരു മെസ്സേജ്, മറന്നുകൂടാത്തൊരു മെസ്സേജ്. ഓക്കെ, എബ്രഹാം വൈദ്യൻജി ഇങ്ങനെ അതാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ഞാനും കുറെ കഥകളൊക്കെ പറയും. ചില അവസാനം മറ്റേ ഫാക്ട് മാത്രം പറഞ്ഞുകൊണ്ടെന്നാല് ഓർക്കത്തില്ല. അത് കഴിഞ്ഞേച്ച് എങ്ങനെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു, എന്ത് പറഞ്ഞു, അത് എന്തോ കുറെ സ്ലൈഡൊക്കെ കാണിച്ചു കേട്ടാ, എന്തോ ഒക്കെ പറഞ്ഞു, കൊള്ളായിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഒരു കൊച്ചു കഥ പറഞ്ഞാൽ എന്താ പറയാ, ആ കഥ ഓർക്കും. അതുകൊണ്ടാണ് ഈ കഥ പറയുന്നത് ഞാൻ. പിന്നെ കൊട്ടേഷൻസ് ഞാൻ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ തന്നെ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഈ ടോക്ക് 2 ദിവസം മുമ്പ് കൊടുത്താണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ റിസർച്ചും ചെയ്തപ്പോൾ ഒരുപാട് ബുക്കുകൾ കേട്ടോ. എലിഫന്റ് ഇൻ ദി റൂം, ഞാൻ ഇത്രയും ബുക്ക് ഉണ്ടെന്നുള്ളത് അപ്പോഴാണ് അറിയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ദിസ് ഇസ് എ റിയലി ഒരു സിഗ്നിഫിക്കന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്നുള്ളതാണ്. ഡീലിംഗ് വിത്ത് ദി എലിഫന്റ് ഇൻ ദി റൂം. എലിഫന്റ് ഇൻ ദി റൂം, അഗൈൻ ദി എലിഫന്റ് ഇൻ ദി ബോർഡ് റൂം. എന്താണ് എലിഫന്റ് ഇൻ ദി റൂം? ആൻ ഓബ്വിയസ് മേജർ പ്രോബ്ലം, കാര്യമായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ വലിയായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം or issue that government or people or organizations avoid. അതിനെ ഒഴിവാക്കണം, അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഭാവമേ കാണിക്കുന്നില്ല, അതിനെ അഡ്രസ് ചെയ്യുന്നില്ല. ഇത് ക്ലിയർ ആണെന്ന് ഒരു ചെയ്യട്ടെ. ഞാൻ ഇതിനെ ആദ്യം എലിഫന്റ് ഇൻ ദി റൂം എന്നാണെന്നുള്ളത് ശൈലജയ്ക്ക് മനസ്സിലായാൽ പറ്റത്തുള്ളൂ, ഡോക്ടർ ശൈലയ്ക്ക്. അതില്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഓക്കെ മനോജ്, അതുകൊണ്ട് എബ്രഹാം വൈദ്യൻജി താങ്ക് യു. വേറെ കുറെ പേര് ഇവിടെ ഉണ്ട്. ഈ വൈകുന്നേരം 9:30 ആകുമ്പോൾ കുറെ എണ്ണത്തിനൊക്കെ മൈസ്തീനിയ ഗ്രേവിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അത് മസിൽ ഇങ്ങനെ വീക്ക് ആവും കുറെ നേരം കഴിയുമ്പോൾ കേട്ടോ. അങ്ങനെ കുറെ പേർക്ക് ഓക്കെ മറിയാമ്മജി ആ വിരല് പോലെ അനങ്ങുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ കീബോർഡില് ഒന്ന് പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതിന് എന്താ ആർണിക്ക ഹോമിയോസോ വല്ല ഉണ്ടോ? ഹോമിയോസം വല്ല കൊടുക്കാനായിട്ട് എന്തെങ്കിലും ആർണിക്ക ഒന്ന് കൊടുത്ത് ഇനി എന്റെ ടോക്കിന് വരുമ്പോൾ മിക്കവരും അതിന് ചെറിയൊരു ഡോസ് ഒന്ന് കഴിച്ചോണ്ട് വരണേ. ഓക്കെ, മായാദാസനുണ്ട്, ഏലിസ് വിൽസനുണ്ട്, നടരാജ പിള്ളയുണ്ട്. ആരും തന്നെ ഒന്ന് ക്യാമറ ഓൺ ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കളയും ആൾക്കാർ. അവരുടെ ആ രൂപം കണ്ടു കഴിഞ്ഞാൽ പേടിക്കളയെന്ന് പറഞ്ഞിട്ടാണ്. ഭീകര രൂപമാണെന്ന് തോന്നുന്നു കേട്ടോ. ക്യാമറ ഓൺ ചെയ്യുന്നില്ല, അതിന്റെ കൂടെ ഇതും ചെയ്യുന്നില്ല. എനിക്കറിയാം, ഞാനിത് പറയുമ്പോൾ കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ പറയുന്നത് കുറച്ചു പേർക്ക് ഒരു വിധത്തിലും അവർക്കത് കേൾക്കുമ്പോൾ ചെയ്യത്തില്ല. എന്നെ നിരന്തരമായിട്ടുള്ള ശത്രുവായിട്ട് കാണുകയും ചെയ്യും. കയ്യിൽ ഒരു AK-47 കൊടുത്ത അത്രയും ദൂരത്തിൽ നിന്ന് തന്നെ എന്നെ പിടിക്കും കേട്ടോ. അതാണ് ഇതൊക്കെ. അപ്പോഴേ എനിവേ ആ എലിഫന്റ് ഇൻ ദി റൂമിന് ഞാൻ പറയാണ്, ഇതെല്ലാം എലിഫന്റ് ഇൻ ദി റൂമാണ് ഈ പ്രശ്നം. ഓക്കെ, ഓബ്വിയസ് പ്രോബ്ലം, ഞാനത് പറയുന്നു. അഡ്രസ് ദി എലിഫന്റ്, ഡോണ്ട് ഇഗ്നോർ ഇറ്റ്. pretending that all is okay, ഒന്നും കാര്യമില്ല, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും, ഒന്നുമില്ല, അങ്ങനെ പ്രശ്നമേ ഇല്ല എന്ന് നിങ്ങൾ ഭാവിക്കുകയാണെങ്കിൽ that will only make this situation worse. അതിനെ അഡ്രസ് ചെയ്യാതെ എങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ആ പ്രശ്നം
വലുതായി 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 അത് ചെറിയ നിസ്സാരമായിട്ടുള്ള കൊച്ചു പ്രശ്നം അത് വലിയ പ്രശ്നമായിട്ട് മാറും. എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എ ഇട്ടേ. മറിയാമ്മാജി കുട്ടപ്പയായിട്ട് ഒന്നിരിപ്പുണ്ട്, ഒന്ന് എ ഇട്ടേ. ഓക്കെ ശൈലാജ്, ഏ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെ മിക്കവരും മറന്നു പോകുന്നു. അതാണ് പ്രശ്നം. ഈ ഡോക്ടർ റെഡ്ഡിയാർ ഈ പറയുന്ന ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാമല്ലോ പണ്ട്, ശരിയാണ്. പക്ഷെ മിക്കവരും എന്നെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഇത്രയും പറയുന്നത്. വൈ ദീസ് എലിഫൻസ് വേഴ്സസ്, എന്തുകൊണ്ട് ഈ ആനകളെല്ലാം വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ നിൽക്കുന്നു, പോകാതെ? കാരണങ്ങൾ അറിയണ്ടേ? ആദ്യം കാരണം അറിഞ്ഞാലേ പിന്നെയല്ലേ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെല്ലാം ഡോക്ടേഴ്സാണ്. ഹോമിയോപ്പതി ആയാലും അലോപ്പതി ആയാലും നാച്ചുറോപ്പതി ആയാലും വെങ്കടാചലപതി ആയാലും കേട്ടോ. നാച്ചുറോപ്പതി വെങ്കടാചലപതി. പണ്ട് ഞങ്ങളുടെ ഒരു സാറുണ്ടായിരുന്നു, ഡോക്ടർ മാത്യു റോയ്. അദ്ദേഹത്തിന് ഇനി ഒരിക്കൽ കൂടെ ഞാൻ പറയും, പിന്നെ ഒരിക്കൽ പേര് പറയും, അതേ ഇതുപോലെ പറയും. Okay, different systems of medicine, but eventually some people think that it is not the allopathy, homeopathy or naturopathy that saved them. It is the Venkadajalapathy who saved them. അതായത് ഇതൊന്നും അല്ല, വെങ്കടാചലപതിയാണ്. അപ്പൊ അങ്ങനെ പതി 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 അതിനെ അങ്ങനെ ഞാൻ ഇതെല്ലാം എനിക്ക് സാമാന്യം നല്ല ഓർമ്മശക്തി ഉള്ളതുകൊണ്ടാണ് പഴയൊക്കെ പറയാൻ പറ്റുന്നത്. ഓക്കെ, എന്തുകൊണ്ട് നിൽക്കുന്നു? ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റ്. ആ ഒരു ഇഷ്യൂ, ആ ഇഷ്യൂവിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പിന്നെ കോൺഫ്ലിക്റ്റ് ആവുമോ എന്നുള്ള പേടി. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ വായും പൊത്തിരിക്കുക. അമേ റൈറ്റ്? റൈറ്റ് ആണ് ആറട്ടെ. അമേ റൈറ്റ്? ഒരുപാട് പേര് ചിലതിനെ കുറിച്ച് എന്നുവെച്ചാല് നമ്മൾ വെറുതെ പറഞ്ഞ് പിന്നെ അത് എല്ലാവരും നമ്മളെ കടിച്ചു കയറാൻ വരും. കേട്ടിട്ടില്ലേ? അല്ല, പറഞ്ഞു കഴിഞ്ഞാല് എന്നെ അങ്ങോട്ട് കടിച്ചു കയറും. അതുകൊണ്ട് പറയത്തില്ല. ദാറ്റ് ഇസ് വാട്ട്. താങ്ക് യു മറിയമ്മജി. സോ ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റ്. പിന്നെ എന്താണ്? ഫിയർ ഓഫ് ലീഗൽ കോൺസിക്വൻസസ്. ആഹാ, ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഭവിഷ്യത്തുണ്ട്, ലീഗലായിട്ടുള്ളത്. ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്റെ സ്ലൈഡ് ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഇപ്പോഴവിടെ ഒരു IAS ഉദ്യോഗസ്ഥൻ അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലീഗൽ കോൺസിക്വൻസസ് പത്രവും വായിക്കുന്നവരും ചില TV ചാനലൊക്കെ റെഗുലർ ആയിട്ട് ന്യൂസ് കാണുന്നവർക്കും അതറിയാം കേട്ടോ. അതിന്റെ so that is another reason why people they ignore the obvious problem. Then emotional discomfort, അത് പറയാനായിട്ട് ഒരു കംഫർട്ടബിൾ അല്ല. അത് പറയുമ്പോൾ പീപ്പിൾ വാണ്ട് ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് വരുമ്പോൾ എമോഷണൽ ഡിസ്കംഫർട്ടാണ്. ശരിയാണോ? ശരിയാണെങ്കിൽ എസട്ടെ. ഒരു ഇതിനെ പറഞ്ഞു കഴിഞ്ഞാല് അത് പിന്നെ ഒരു ആർഗ്യുമെന്റ് ആയിട്ടോ വേറെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാല് അത് യെസ് താങ്ക് യു ശൈലാജി, അതുകൊണ്ട് പറയാതിരിക്കും. പിന്നെ ടൈം പ്രഷർ. ഒരു കാര്യത്തിനെ അഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സമയം ചെലവാക്കണം. ശരിയാണോ മനോജ്? ഏതൊരു കാര്യമാണെന്ന് വെച്ചാലും അതിന് സമയം എന്നുള്ള ഒരു റിസോഴ്സാണ്. ആ സമയം ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും ആയിരിക്കത്തില്ല. കുറെ ദിവസങ്ങൾ അല്ലെ കുറെ ആഴ്ചകൾ അതിനെ പറയാൻ വേണ്ടി ഇരിക്കണം. അപ്പൊ അതിന് മിക്കവർക്കും ഇതില്ല. ആ ഒരു അത്രയ്ക്കുള്ളൊരു എന്തൂസിയാസമോ എനർജിയോ ഒന്നുമില്ല. അത് കാരണവും എലിഫന്റിനെ അഡ്രസ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലീഗൽ കോൺസിക്വൻസസ്. ഇത് ഫാക്റ്റാണ്, ന്യൂസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇത് രഹസ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നുമല്ല. 2-3 ദിവസം മുമ്പാണ് ഈ IAS ഓഫീസർ ബി അശോകിനെ ഗവൺമെന്റിനെ കുറിച്ചുള്ള ചിലതിനെ വിമർശിച്ചു. പുള്ളി എന്താണ്, ചില എലിഫൻസ് ഇൻ ദി റൂം ഇഷ്യൂസിനെയാണ്, പൊതുജനത്തിനെ എല്ലാം ബാധിക്കുന്ന ഇതിനെ അഡ്രസ് ചെയ്യാതെ അത് സർക്കാർ നയങ്ങളും സർക്കാരിന്റെ ഇതുകൊണ്ടും അതുകൊണ്ടുണ്ടാകുന്ന ഇതിനെക്കുറിച്ച് പുള്ളിക്കാരൻ വിമർശിച്ചതിന് ഉടനെ എന്താ സംഭവിച്ചത്? സസ്പെൻഷൻ. ഈ വാർത്ത അറിയാമായിരുന്നു ആർക്കെങ്കിലും ഈ ഇരിക്കുന്നവര്? അതോ നിങ്ങളെല്ലാം ആർണിക്ക ഹോമിയോസം എല്ലാം എഴുതി ബിസി ആയിട്ടിരുന്ന കാരണം ഇതൊന്നും അറിയാതിരിക്കുകയാണ്? അറിയാം, മനോജിക്ക് അറിയാം.
ബാക്കി ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു ഫാക്റ്റാണ്. ഞാൻ എന്റെ അലോപ്പതി ഡോക്ടേഴ്സ് ഫ്രണ്ട്സിന്റെ അടുത്തും വേറെ കുറെ ചോദിച്ചു, അവർക്കൊന്നും അറിഞ്ഞുകൂടാ. ആരാണ് അശോക്? ഞാൻ പറഞ്ഞ അശോകിനെ സസ്പെൻഡ് ചെയ്ത് അറിഞ്ഞായിരുന്നു മറ്റേ IAS. ഏത് അശോക്? ഇല്ല, കണ്ടില്ലേ മറിയാമ്മജി പറയുന്നു. മിക്കവരും ഇല്ല. ഇത് നമ്മൾ അറിയണം. നമ്മൾ ചിലത് അറിയണം. നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇഗ്നറൻസ് ഇസ് നോട്ട് എ വെർച്യു ഓർ എ ബ്ലെസ്സിങ്. അങ്ങനെ അദ്ദേഹത്തിന് ആ ലീഗൽ കോൺഫിഡൻസ്, അതുകൊണ്ടാണ് ഒരുപാട് IAS ഓഫീസർമാരുണ്ടല്ലോ, വേറെയും കുറെ IAS ഓഫീസർമാരുണ്ടല്ലോ സർവീസിൽ. എത്ര എണ്ണം ഉണ്ട്? മിക്കവരും എന്തെങ്കിലും വാ തുറന്നു വല്ലതും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒരു കണ്ണൂരിലുള്ള ഒരു പ്രശാന്ത് എന്ന് പറയുന്ന അവനും വായി തുറന്ന് പറഞ്ഞിട്ട് കൂടെ സസ്പെൻഷനും മറ്റെല്ലാം കിട്ടും. പണ്ട് ജേക്കബ് എബ്രാമോ വർഗീസോ അങ്ങേര് പറഞ്ഞിട്ട് സെൻകുമാർ ഇങ്ങനെ പറഞ്ഞു. ജേക്കബ് തോമസ്, ഓക്കെ, താങ്ക് യു. ജേക്കബ് തോമസ് ഇങ്ങനെ കുറെ. ഇതൊന്നും പറയാതിരുന്നു കഴിഞ്ഞാല് എന്നാ പിടിച്ചോ ബെഹ്റ റിട്ടയർ ചെയ്ത് അങ്ങേര് DGP ആണ്. അങ്ങേർക്ക് മെട്രോ ഒരു മാസം 2.5 ലക്ഷം രൂപ അങ്ങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു ജയകുമാർ എന്ന് പറഞ്ഞ അങ്ങേര് റിട്ടയർ ചെയ്ത ശേഷം, ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്ത ശേഷം അങ്ങേർക്ക് ഇപ്പൊ ശബരിമല ആയതിൻ്റെത്, അത് കഴിഞ്ഞിട്ട് വേറെ എന്നാണ്ട് IMG എല്ലാം കൊടുക്കണം. അപ്പോഴ് എലിഫന്റിനെ കുറിച്ച് ഒന്നും മിണ്ടിപ്പോരുത്. മിണ്ടിയ ഒന്നും കിട്ടത്തില്ല, മിണ്ടാതിരുന്നാൽ എല്ലാ വിധത്തിലുള്ളതും. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ യെസ് പറഞ്ഞേ. So that is what is happening. The fear of legal consequences. Thank you, Brahmaji. അതുകൊണ്ടാണ് നല്ലൊരു ശതമാനം ഈ എലിഫന്റുകൾ ഇങ്ങനെ നിൽക്കും, ദോഷം ചെയ്യും. ഇനിയും വേറെ കുറെ നല്ല എക്സാമ്പിൾസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സോഫാർ എങ്ങനെയുണ്ട്? കൊള്ളാന്നുണ്ടെങ്കിൽ ഗുഡ് എന്നിട്ടെ, അല്ലെങ്കിൽ G ഇട്ടെ. ഇത്രയും നേരം കേട്ടതിൽ നിന്ന് ആനയെ കുറിച്ചുള്ളത് കേൾക്കുന്നത്, ആ പോകുന്നത് ഒക്കെ കഥയും ഇതൊക്കെ. ശൈലാജി കൊള്ളാം, അങ്ങനെ മറിയാമ്മജി, വേറെ കുറെ പേരില് ഞാൻ പറഞ്ഞില്ലേ. ഇനി വൈകുന്നേരം മൈസ്തീനിയ ഗ്രേവിസ് ഉള്ളവര് ഇതിൽ വരുന്നത് കഷ്ടമാണ്. എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഓക്കെ, റൈറ്റ്. ഇനി എവിടേക്കാണ് എലിഫന്റ് വരുന്നത്? ഏതൊക്കെ മേഖലയിലാണ്? റിലീജിയസ് പ്രാക്ടീസ്. ഞാൻ ശരിക്കും ഒരു സെക്യുലർ ആളാണ്. അതുകൊണ്ട് ഞാൻ ഏത് മതത്തിനെയും ഞാനിത് പറയും. അതിൽ ശരിയല്ലെന്നുണ്ടെങ്കിൽ, വെദർ യു ഫൈൻഡ് ദാറ്റ് വൺ ഇൻ എ ഹിന്ദു റിലീജിയൻ ഓർ ക്രിസ്ത്യൻ ഓർ ബുദ്ധ ഓർ മുസ്ലിം, ഞാൻ പറയും. ഞാൻ ആ എലിഫന്റിനെ ഞാൻ പറയും. ഇസ് ഇറ്റ് ഓക്കെ? ഞാൻ പറയുന്നതിൽ പ്രയാസമല്ലോ ഉണ്ട്? ഓക്കെ ആണെങ്കിൽ ഓയട്ടെ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓയട്ടെ. ഓക്കെ, ബ്ലസ് യു പോൾ. ഓക്കെ, ഗുഡ്. ചില പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം? എന്തോരിക്കുന്നു? എലിഫന്റിന്റെ റൂം ടോക്കും പറഞ്ഞിട്ട് ഞാനതുപോലെ ഞാൻ പേടിച്ച് പറയാതിരുന്നു കഴിഞ്ഞാല് പിന്നെ ഞാൻ ഈ ടോക്ക് കൊടുക്കാൻ അൺഫിറ്റ് ആണ്. റിലീജിയസ് പ്രാക്ടീസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെ മിക്കവർക്കും അറിഞ്ഞൂടാത്ത കാര്യമാണ്. മറിയാമ്മജി ഈ ട്രിപ്പിൾ തലാക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? തലാക്ക് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ടോ? ഓക്കെ. പക്ഷെ മറിയാമ്മജി കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ഒരെണ്ണം മുത്തലാക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതനുസരിച്ച് ആ പർട്ടിക്കുലർ റിലീജിയനിൽ, അതായത് മുസ്ലിംസ് 3 തവണ തലാക്ക് പറഞ്ഞ ഡിവോഴ്സായി അവരുടേതനുസരിച്ച്. അതായത് ഒരു നജ്മ ബീവിയായിട്ടൊരു 4 കൊല്ലം കല്യാണം കഴിച്ച് ജീവിച്ചിട്ട് 2-3 പിള്ളേരെല്ലാം ആയതിനു ശേഷം തലാക്ക് നജ്മ ബീവിയെ വിട്ടു. അടുത്തത് നേരെ ഫാത്തിമ ബീവിയായിട്ട് ഒരു 4-5 കൊല്ലം ഒരു 2-3 പിള്ളേരായതിനു ശേഷം പിന്നെയും തലാക്ക് ഫാത്തിമ ബീവിയും ഔട്ട്, ഡിവോഴ്സ്. എളുപ്പമാണ്, ഒരു കോടതിയിൽ എവിടെയും പോകണ്ട. അത് ഒരു 1 മിനിറ്റിനകത്ത് ഡിവോഴ്സ് കിട്ടുന്ന വേറെ എവിടെ ഉണ്ട് ലോകത്ത്? അത് കഴിഞ്ഞിട്ട് എന്നാ പിടിച്ചോ, ഫാത്തിമ ബീവി ശേഷം മറ്റേ സുഹറ ബീവി വന്നു.
ആ സുഹറ ബീവിയായിട്ട് ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് പിന്നെയും തലാക്ക്. സുഹറ ബീവി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ജമീല ബീവി. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന കാര്യം അറിയാമോ? അതെങ്കിലും അറിയാമോ മറിയാമ്മജി? ഇങ്ങനെ ഒരുപാട് മറിയാമ്മജി ഒരു കാസ്റ്റർ ഓയിൽ കുടിച്ച പോലെ ഇങ്ങനെ ഒരാൾ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഒന്ന് കാര്യം അത് ആ ആ നിങ്ങൾ എന്റർടൈൻ ചെയ്യണ്ടേ? അപ്പൊ എന്റർടൈൻ ചെയ്യുന്ന ഇങ്ങനെയാണ് സംഗതി. ഒരു ചെറിയൊരു കഥയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഓർക്കുന്നില്ല, ഒരു 3-4 ബീവിമാരുടെ പേര്: നജ്മ ബീവി, ഫാത്തിമ ബീവി, ജമീല ബീവി, സുഹറ ബീവി, അങ്ങനെ എല്ലാവരും ഇതാക്കിയിട്ടുണ്ട്. അതിന്റെ ഫോറിൻ ഇൻഫർമേഷൻ ഇനി നിങ്ങൾക്ക് മിക്കവർക്ക് അറിയാത്ത ഒരു കാര്യം പറയാണ്. പാകിസ്ഥാൻ മുസ്ലിം കൺട്രി ട്രിപ്പിൾ തലാഖ് ബാൻഡിനാണ്, ഇല്ലീഗലാണ്. ബംഗ്ലാദേശ് മുസ്ലിം കൺട്രി ട്രിപ്പിൾ തലാഖ് ഇല്ലീഗലാണ്. ഈജിപ്ത് മുസ്ലിം കൺട്രി ഇല്ലീഗലാണ്. സൗദി അറേബ്യ ഇല്ലീഗലാണ്. സിറിയ ഇല്ലീഗലാണ്. ഇത് അറിയാമായിരുന്നോ? അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ എന്നിട്ട് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഒരു എന്നിട്ട് എനിക്ക് അറിയണം. ഇത്രയും വേറെ മുസ്ലിം കൺട്രീസിൽ അതെല്ലാം അറിഞ്ഞുകൂടായിരുന്നു. ഓക്കെ, താങ്ക് യു ഷാജി. ഇത് എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. ഞാനിത് കുറച്ച് നാളുകൾക്ക് മുമ്പ്, 2-3 വർഷത്തിന് മുൻപാണ് ഇത് ഐ കെയിം ടു നോ. എടാ, ഇങ്ങനെ തൊട്ടടുത്തുള്ള അവിടെ മുസ്ലിം കൺട്രി, അവിടെ ബാൻഡാണ്, ഇവിടെ അല്ല. സൗകര്യമാണ്, സൗകര്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാരണം ഉത്തർപ്രദേശിലുള്ള ഒറ്റ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ 4 കോടിയാണ്. കേരളത്തിനേക്കാളും ഒരു 1/2 കോടിയെങ്കിലും കൂടുതലാണ് ജസ്റ്റ് മുസ്ലിം പോപ്പുലേഷൻ. അപ്പൊ അതിൽ പകുതി 50% ഇട്ട് കഴിഞ്ഞാൽ 2 കോടി മുസ്ലിം സ്ത്രീകളുടെ ജീവിതം അവരെപ്പോഴും കോൺസ്റ്റന്റ്ലി ലിവിങ് ഇൻ ഫിയർ, അൺസർട്ടനിറ്റി, ഇൻസെക്യൂരിറ്റി. ആണോ ഇല്ലയോ? ആണെന്നുണ്ടെങ്കിൽ എസട്ടെ. ആ സ്ത്രീകൾക്ക് എപ്പോഴാണ് ഇയാള് ട്രിപ്പിൾ തലാക്ക് പറയും? പിന്നെ എന്താണ്? തീർന്നു. അങ്ങനെ അൺസർട്ടനിറ്റിയും ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് എത്ര കൊല്ലം, 70 കൊല്ലത്തോളം ഭരിച്ച മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഇതിനെ ബാൻ ചെയ്യണമെന്ന് ആർക്ക് അധികാരമുണ്ട്? ഗവൺമെന്റിനെ പറ്റത്തുള്ളൂ. പാർലമെന്റിൽ കൂടെ വല്ലവരും ചെയ്തോ? ഇല്ല. 2019 അത് നടപ്പിലാക്കി ഇപ്പോഴത്തെ ഗവൺമെന്റ്. ഇറ്റ് ഈസ് ഇല്ലീഗൽ. ചെയ്തു കഴിഞ്ഞാൽ അകത്താവും. അങ്ങനെ ഈ ബീവിമാർക്കെല്ലാം ഒരു ആശ്വാസം കിട്ടി. വലിയ കാര്യമാണോ? ഇസ് ഇറ്റ് എ ബിഗ് തിങ്? ആണോ? വലിയ കാര്യമാണോ? വലിയ കാര്യമല്ലേ? നിങ്ങളെല്ലാം പെണ്ണുങ്ങളല്ലേ ഇവിടെ ഇരിക്കുന്നത് കുറെയൊക്കെ. അപ്പോഴാ വലിയ കാര്യം, ആ എലിഫന്റ് ഇൻ ദി റൂമിനെ അഡ്രസ് ചെയ്യാതെ ബാക്കി എല്ലാവരും എന്താണ്? വോട്ട് ബാങ്ക്. മറ്റവരുടെ ഇതൊന്നും നോക്കുന്നില്ല. അപ്പൊ അത് മുന്നോട്ട് പോയി ചെയ്തു. വലിയൊരു പുണ്യകർമ്മമാണ്. അമ്മേ റൈറ്റ് ആണ് ചാറട്ടെ. ഇതൊരു വലിയൊരു പുണ്യകർമ്മമല്ലേ ചെയ്തത്? കോടിക്കണക്കിനുള്ള ആ സ്ത്രീകളുടെ അവർക്കുള്ള ഭാവി സുരക്ഷാക്കാന്ന് പറഞ്ഞാല് അതിന്റെ റിവാർഡും കിട്ടി. അതുകൊണ്ട് 2021 സെക്കൻഡ് ടൈം യോഗി ആയിട്ട് തൂത്തുപറക്കി ജയിച്ചു വന്നു അവിടെ വീണ്ടും. ആര്? മുസ്ലിം മെന്നാരും വോട്ട് കൊടുത്തില്ല. വിമൻ, പെണ്ണുങ്ങൾ, മുസ്ലിം സ്ത്രീകൾ വോട്ടിട്ടു. അവരുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ഇതാക്കിയതിന്. സോ ദാറ്റ് ഈസ് വാട്ട് ദി പോയിന്റ് ഈസ്. അപ്പൊ അങ്ങനെയാണ് റിലീജിയസ് പ്രാക്ടീസ് എടുത്ത് കാണിച്ചത്. 2, എഡ്യൂക്കേഷൻ. അതിലോട്ട് കൂടുതൽ എക്സാമ്പിൾ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ എത്ര ഇതാണെന്നുള്ളതൊക്കെ. ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കേരള സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ? സുപ്പീരിയർ ആണെച്ചാൽ എസ് ഇടുക, ഇൻഫീരിയർ ആണെച്ചാൽ ഐ എണ്ണം. കേൾക്കട്ടെ, കാണട്ടെ ഏതാണ് നിങ്ങൾ. ഇത് ദയവ് ചെയ്ത് എന്റെ ഫ്രണ്ട്സ് മോഹൻ ബാബു എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് ഒരു മറുപടി ഒന്ന് ഇടണേ. കുറച്ചെങ്കിലും ഒരു സ്പീക്കറായിട്ട് ഞാൻ ഇത്രയും മെനക്കെട്ടൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ എനിക്കും ഇത് കിട്ടണം, ഒരു ഫീഡ്ബാക്ക്. അപ്പോഴേ എനിക്ക് വല്ല ഈ ടോക്ക് ഇതേപോലെ നാളെ നിങ്ങൾ വിളിക്കുമ്പോഴും ഇത് വരാനായിട്ടുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ, ഉത്സാഹം കിട്ടത്തുള്ളൂ. ആ വസന്തിയും എല്ലാവരും ഒന്നിട്ട് ഏലിസതൊക്കെ കേരളത്തിലേക്ക്. ഞാൻ സിമ്പിൾ ചോദ്യം ചോദിച്ചുള്ളൂ. ഞാൻ നിങ്ങളുടെ മറ്റേ സ്പേസിനെ കുറിച്ചല്ലേ ചോദിക്കുന്നത്. ആ സ്പേസിൽ എത്ര ഇതുണ്ട് ഒന്നുമില്ലേ, സാധാരണതാണ്. ഇൻഫീരിയർ സുപ്പീരിയർ എന്നിട്ടേ സുപ്പീരിയർ ആണെച്ചാൽ എസ് എണ്ണം, ഇൻഫീരിയർ ആണെച്ചാൽ ഐ എണ്ണം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ എന്ന് വെച്ചാൽ ഒരു ഡി ഇട്ടാൽ മതി. ഇൻഫീരിയർ
റൈല ആൻഡ് മറിയാമാരി. ഇനി അതിനോട് അത് വരുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് കേരള ഇൻഫീരിയർ. പക്ഷെ പൊങ്ങച്ചം പറയാനായിട്ട് യാതൊരു ഇതും ഇല്ല. നമ്പർ 1 ആണ് കേരളം. കാണിക്കുന്നുണ്ട് എവിഡൻസ്. എബ്രഹാം വൈദ്യൻജി, നിങ്ങൾക്ക് എവിഡൻസ് ഇല്ലാതെ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. എബ്രഹാം വൈദ്യൻജി ഇരുട്ടിന്റെ ആത്മാവായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കംപ്ലീറ്റ് ഇരുട്ടാണ്, ഒരു മുഖം മാത്രം കുറച്ച് കാണാം. കറണ്ട് കട്ട്, അത് കാരണം കുറച്ച് എനർജി സേവ് ചെയ്യായിരിക്കും. മെഡിക്കൽ പ്രാക്ടീസ് വരുന്നുണ്ട്. മെഡിക്കൽ പ്രാക്ടീസ്, ഞാൻ എസ്പെഷ്യലി ബീങ് ആൻ അലോപ്പതി ഡോക്ടർ, എലിഫന്റിന്റെ റൂമാണ്. ഇവിടെ കുറെ ഗൈഡ് ലൈൻസ് കൊണ്ടുവരും അലോപ്പതിയിൽ. അത് രോഗികൾക്ക് ഗുണം ചെയ്യാനാണോ? അല്ല. അതിനെക്കുറിച്ച് മിക്ക ഡോക്ടേഴ്സും വല്ലതും വാതുറന്ന് വല്ലതും മിണ്ടുന്നുണ്ടോ? ഒന്നുമില്ല. ഇടയ്ക്ക് വാതുറന്ന് സംസാരിക്കുന്ന ഒരുത്തൻ എന്നെ പോലെ കുറച്ച് പേര് കാണും. ഞാൻ ആ കോവിഡ് വാക്സിന്റെ അന്ന് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. എലിഫന്റിന്റെ റൂമാണ്. എനിക്കൊരു മിണ്ടിയില്ല. ബ്ലഡ് പ്രഷർ ഗൈഡ് ലൈൻസ് ഇങ്ങനെ മാറി മാറി വരികയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു, ഒരു 60 വയസ്സായിട്ടുള്ള ഒരാൾക്ക്, അദ്ദേഹം എബ്രഹാം വൈദ്യനൊക്കെ 60 വയസ്സ് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പൊ അദ്ദേഹത്തിനൊക്കെ ഒരു ടോപ്പ് റീഡിങ് 150, ബോട്ടം നമ്പർ 90 ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. 150 ഡോണ്ട് ഹാവ് ടു ട്രീറ്റ്. പക്ഷെ അത് പിന്നെ ഈ ഫാർമ ഇൻഡസ്ട്രിയും ബാക്കി എല്ലാവരും കൂടെ ഇതായിട്ട് അതിന് നമ്പർ കുറച്ച് ഇപ്പോഴും 80 വയസ്സായാലും 90 വയസ്സായാലും 130 താഴെ കൊണ്ടുവരണം. മറ്റേത് 85 താഴെ. അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും? ഇത് കൊണ്ടുവരാനായിട്ട് ഒറ്റ ഡ്രഗ് മാത്രം പോരാ, 2 or 3 ഡ്രഗ് കൊടുക്കേണ്ടി വരും. ഇതിന്റെ റിയൽ അനുഭവിച്ച ഒരാൾ എന്റെ അച്ഛൻ. ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അത് കാണുന്നത്. നാട്ടിലൊരിക്കൽ വെക്കേഷൻ വന്നപ്പോൾ എന്റെ അച്ഛൻ, ഒരു 80 വയസ്സ് കഴിഞ്ഞ അച്ഛന് ബ്ലഡ് പ്രഷർ മെഡിസിൻ എന്ന് പറഞ്ഞ് 3 എണ്ണം. ആ ലിസ്റ്റെല്ലാം നോക്കിയിട്ട് ഞാൻ അച്ഛൻ ഇങ്ങനെ ഇരുന്നേച്ച് രാവിലേക്ക് ഒന്ന് എണീക്കുമ്പോൾ ചെറുതായിട്ട് ഒരു ഡിസിനെസ്, ഗിഡിനെസ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ബ്ലഡ് പ്രഷർ നേരെ 130 താഴേക്ക് കുറച്ചുകൊണ്ട് വന്നു. ബ്ലഡ് പ്രഷർ വെച്ചാൽ നമ്മൾ ഒരു കോമൺ ഫിസിക്സ് മാത്രം ഞാൻ പറയാം, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട്. ഈ മനോജ്, നിങ്ങളുടെ ഫ്ലാറ്റ് അല്ലേ, നിങ്ങൾ ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നത്? ആണോ? അല്ല, വീട്ടില് ഒരു 8 നിലയുള്ള ഒരു ഫ്ലാറ്റ് എന്ന് വെച്ചോളൂ. അതിൽ 8ാമത്തെ നിലയിലാണ് നിങ്ങൾ താമസിക്കുന്ന വെച്ചോളൂ. ആ മോളില് വെള്ളം വരണമെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് പമ്പ് നന്നായിട്ട് പ്രഷറിൽ പമ്പ് ചെയ്താലേ അതുവരെ എത്തത്തുള്ളൂ. ശരിയാണോ? അത്ര എത്തണമെന്നുണ്ടെങ്കിൽ. പ്രഷർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ മേടിച്ചാൽ 3ാമത്തെ ഫ്ലോർ കഴിയുമ്പോൾ പിന്നെ വരുന്നതെല്ലാം ചെറുതായിട്ട് മൂത്രം ഒഴിക്കുന്ന പോലെ തുള്ളിയായിട്ടും എല്ലൊക്കെ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ വരത്തില്ല. ദി സെയിം വേ ഹാർട്ട് ഇവിടെ നെഞ്ചില്, ബ്രെയിൻ ഇവിടെ, ഒരടിയെങ്കിലും ഇതുണ്ട് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ഈ പ്രഷർ കാര്യമായിട്ട് പമ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്ലഡ് ബ്രെയിനിലെ എല്ലാ കൊച്ചു തലമുടി ആ അത്രയും തിക്നെസ് ഉള്ള ആ ഇതിൽ കൂടെയും ബ്ലഡ് റീച്ച് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല പ്രഷറിൽ പമ്പ് ചെയ്താലേ പറ്റത്തുള്ളൂ. അത് ചെറുപ്പകാലത്താണെന്ന് വെച്ചാൽ ഈ ബ്ലഡ് വെസൽ എല്ലാം ഇലാസ്റ്റിക് ആണ്, സ്ട്രെച്ച് ചെയ്യും. പ്രായം കൂടുന്തോറും ബ്ലഡ് വെസൽസ് എല്ലാം റിജിഡ് ആവും. മനസ്സിലാകുന്നുണ്ടോ? ആ ഇലാസ്റ്റിസിറ്റി എല്ലാം പോയി റിജിഡായി അതിന്റെ അകത്തുള്ള ആ ഡയമീറ്ററും കുറയും, അതറോസ്ക്ലോറസ് എല്ലാം വന്നിട്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പ്രഷറിൽ പോയാലേ അതുകൊണ്ടാണ് ദൈവം തന്നെയാണ് ആ ബ്ലഡ് പ്രഷറിനെ കൂട്ടുന്നത്. ദൈവം ചിലതെല്ലാം ചെയ്തിട്ട് അതിന് വേണ്ട രീതിയും ചെയ്യും. ദൈവം എനിക്ക് ഇനിയും പിടികിട്ടാത്ത ശരീരത്തിലെ എല്ലാ ഓർഗനും വയസ്സാകുമ്പോൾ അങ്ങനെ അട്രോഫി ആവും, എക്സെപ്റ്റ് ആണുങ്ങളുടെ പ്രോസ്റ്റേറ്റ് മാത്രം അത് കയറി ഹൈപ്പർ ട്രോഫി. എന്തിനാണെന്ന് ഒരു പിടിയില്ല. അത് കാരണം രാത്രി ഉറങ്ങാനും പറ്റത്തില്ല. രാത്രി എണീറ്റ് മൂത്രം ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും, ഹൈപ്പർ ട്രോഫി. അപ്പൊ ഏതായാലും ഈ ബ്ലഡ് പ്രഷർ കൂടുന്നത് ഈ ബ്ലഡ് ഫ്ലോ അവിടെ എത്താനാണ്. അവിടെ കയറി ഇവരുടെ കളി കാരണം ഈ പ്രഷർ കുറയുമ്പോൾ
അത് മിക്കയിടത്തും എത്താത്ത കാരണമാണ് ആ നമ്മുടെ ബാലൻസും അതിൻ്റെ ഉള്ള ആ സെൻട്രൽ നിന്നാണ് എണീക്കുമ്പോൾ ബിസിനസ് വരുന്നത്. ചിലയിടത്ത് അങ്ങനെ, അതേപോലെ ചിലടത്ത് പോകുമ്പോൾ മെമ്മറി ഏരിയയിലോട്ട് പോകുമ്പോൾ അവിടെയും കിട്ടാത്ത കാരണം ഓർമ്മശക്തിയും കുറയും. ഇപ്പോഴും മനസ്സിലായെങ്കിൽ ഒരു M8 മലയാളത്തിലുള്ള അത് തന്നെ ഇംഗ്ലീഷിൽ ഒരു M8 മനസ്സിലായോ? സോ ദാറ്റ് ഈസ് എൻ എലിഫന്റ് ഇൻ ദി റൂം. അത് മാത്രമല്ല, താങ്ക് യു, ഈ എണീറ്റ് ഒന്ന് തലച്ചിട്ടാകുമ്പോ താഴെ വീണ് കഴിഞ്ഞാൽ ഓർത്തോപീഡിക്സുകാർക്ക് കോളാണ്, ഒരു ഹിപ്പ് ഫ്രാക്ചർ അടിയിട്ടു. കേട്ടോ, നമ്മൾ ബ്ലഡ് പ്രഷർ അങ്ങ് ടൈറ്റായിട്ട് കൺട്രോൾ ചെയ്ത് ഒരുപാട് പേര് അവസാനം ഹിപ്പ് ഫ്രാക്ചറുമായിട്ട് വാക്കറുമായിട്ടാണ് പിന്നെ നടക്കുന്നത്. പക്ഷെ ബ്ലഡ് പ്രഷറും കൊള്ളാം കേട്ടോ, വെൽ കൺട്രോൾ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, യുവർ ബ്ലഡ് പ്രഷർ ലുക്സ് ഫൈൻ. പക്ഷെ ഇവിടെ ഹിപ്പോ ഇതായി ഫ്രാക്ചറായി. ഇതാണ് എലിഫന്റ് ഇൻ റൂമിനെ കുറിച്ച് മിക്ക ഡോക്ടേഴ്സും ആരും തന്നെ ഒന്നും അഡ്രസ് ചെയ്യുന്നില്ല. ഞാൻ അവിടെ ഒന്നുണ്ടെ ഞാൻ എൻ്റെ അച്ഛൻ്റെ 2 ബ്ലഡ് പ്രഷർ മെഡിസിൻ അപ്പോഴും തന്നെ റിമൂവ് ചെയ്തു, മറ്റേന്റെ കുറച്ച് ഡോസ് കൂട്ടി. ബ്ലഡ് പ്രഷർ മിക്കപ്പോഴും 140-നും 150-നും ഇടയ്ക്കാണ് നിന്നത്. അച്ഛൻ പിന്നെ 10 വർഷം സുന്ദരമായിട്ട് ജീവിച്ചു കേട്ടോ, ഒരു കുഴപ്പമില്ല. ഈ എക്സാമ്പിൾ സ്റ്റോറി എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൺവിൻസിങ് ആയോ? ക്ലിയർ ആയോ? അതാണ് ഞാൻ പറഞ്ഞത്, ഓരോന്നും ഞാൻ ഫാക്ട് ഇല്ലാതെ ഒന്നും മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല. ഇത് എന്നിട്ട് ഇപ്പൊ അത് കുറെ കൂടെ വേഴ്സ് ആക്കാനായിട്ട് എന്താ ഇവിടെ ഇൻഷുറൻസുകാർക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പണ്ട് ഹൈപ്പർ ടെൻഷൻ ഇല്ല, പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു ടേം ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയും മുതൽ ഇത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രീ ഹൈപ്പർ ടെൻഷൻ ആണ്. ഡയബറ്റീസും പ്രീ ഡയബറ്റീസ് എന്തിനാണ്? അപ്പോഴത്തേക്കും ഇൻഷുറൻസിന്റെ പ്രീമിയം കൂട്ടാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ ഡയബറ്റീസ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കുറെ കൂടുതലാണ്, അപ്പൊ റിസ്ക് കൂടുതലാണ്. അതാണ് ഒരു $50 നമ്മൾ മാസം തോറും അടിക്കുന്നത്. തീർന്നോ? എന്തൊരു കഷ്ടം എന്നറിയാം. അൺഎത്തിക്കലാണ്. ഇങ്ങനെ എലിഫന്റ് ഇൻ ദി റൂം കിടക്കുകയാണ്. ഓക്കെ, ഇനി കൂടുതൽ ഇതിൽ തന്നെ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മിക്കത് കവർ ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലീഗൽ ഇമിഗ്രേഷൻ, ആ ഒരു കാര്യത്തിൽ ഞാൻ എന്റെ ഇവിടുത്തെ പ്രസിഡന്റ് ട്രംപിനെ കടി കൊടുക്കുകയാണ്. അതിന് മുമ്പുള്ള ഡെമോക്രാറ്റിക് പാർട്ടി വെച്ചാല് വരൂ വരൂ വരൂ, വോട്ട് ബാങ്കാണ്, വരൂ വരൂ വരൂ. ഡു യു നോ ദാറ്റ് ഈ രാജ്യത്ത് കാലിഫോർണിയയിൽ ഇലക്ഷന് പോകുമ്പോൾ വോട്ടേഴ്സ് ഐഡിയിൽ ഫോട്ടോ വേണ്ട. എങ്ങനെയുണ്ട്? കൻ യു ബിലീവ് ഇറ്റ്? ഞാൻ കഴിഞ്ഞോണ്ട് ഇവിടേക്ക് വോട്ടിടാൻ പോയപ്പോഴേ അവിടെ കാലിഫോർണിയയിൽ വോട്ടേഴ്സ് ഐഡിയിൽ ഫോട്ടോ വേണ്ട. എന്ത്? കാലിഫോർണിയ ഇസ് ദ ബിഗ്ഗസ്റ്റ് ഡെമോക്രാറ്റിക് ഇതാണ്. അവിടെ ആ ബോർഡറിൽ നിന്ന് മെക്സിക്കോയിൽ നിന്നെല്ലാം നുഴഞ്ഞു കയറിയിട്ടുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ലക്ഷക്കണക്കിനുണ്ട്. ക്ലിയർ? ഇല്ലീഗൽ ഇമിഗ്രൻസ് അവർ വരുമ്പോൾ നല്ലൊരു ശതമാനം പേരും അതിൽ എല്ലാം വരുന്നവർ ക്രിമിനൽസും വരുന്നുണ്ട്. പല രീതിയിലും ദേ ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് ഹാം ടു ദി സൊസൈറ്റി. അതാണ് ട്രംപ് ആദ്യം പറഞ്ഞത്, ഞാൻ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മാസമായിട്ട് മാറ്റും. എല്ലാവരും വിചാരിച്ച് കളിയാക്കി അയാൾ പറ്റത്തില്ല, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അയാൾ എന്നാ പിടിച്ചത്? അപ്പോഴാണ് അറിയുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് പേരുണ്ടെന്നുള്ളത്. ഇന്ത്യയിൽ നിന്ന് തന്നെ 300 പൊക്കിയെടുത്തില്ലേ, കയ്യിൽ വിലങ്ങും വെച്ച് കാലിൽ ചങ്ങലയായിട്ട് 3 പ്ലെയിനിലായിട്ട് കയറ്റി ആന്ധ്ര, പഞ്ചാബ്, ഗുജറാത്ത് എല്ലാവരെയും പിടിച്ച് അങ്ങോട്ട് കൊണ്ട് ഇറക്കി. ഇതേപോലെ വേറെ സൗത്ത് അമേരിക്കൻ കൺട്രീസിൽ ഇറക്കി. അത് കണ്ടപ്പോൾ തന്നെ ബാക്കി എല്ലാവരും ഒരു 1.6 മില്യൺ, അതായത് 16 ലക്ഷം പേര് അവൻ തന്നെ നേരെ സ്ഥലം വിട്ടു കേട്ടോ. ഒന്നും പിടിക്കേണ്ടി വന്നില്ല, അവന്മാര് തന്നെ സെൽഫ് ഡിപ്പോർട്ടഡ്. അപ്പൊ അതിന് ട്രംപിന് ഒരു കയ്യടി കൊടുക്കണ്ടേ അല്ലേ? നമ്മുടെ നാട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കൊരു സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടെ കൊണ്ടുവന്നു ഇതിനെ ഡീൽ ചെയ്യാനായിട്ട്. എന്നിട്ടോ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ ഉള്ള ഒരുപാട് ബംഗാളി എന്ന് പറയുന്നവൻ, അവൻ മിക്കവരും നല്ലൊരു ശതമാനം ബംഗാളി ഒന്നും അല്ല, അവൻ ബംഗ്ലാദേശിൽ നിന്ന് വന്നവനാണ്. അവനോട് വന്നിട്ട് അവന്റെ പേര് റഹീം എന്നുള്ള അവൻ റാമെന്നും പേരും മാറ്റി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിയാണോ? ആമേ റൈറ്റ്? ഇഫ് ഐ എം റൈറ്റ്, പുട്ട് ആർ ഇൻ ദി ചാറ്റ് ബോക്സ്. ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുമ്പോൾ അവൻ എന്താണ്, അവന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിഞ്ഞുകൂടാ. സോ ഇറ്റ് ഈസ് എ ത്രെറ്റ് ടു ദി നാഷണൽ സെക്യൂരിറ്റി ഓൾസോ. അതിന് ഇഗ്നോർ ചെയ്യുന്നത് ഇറ്റ്സ് എ ബിഗ് എലിഫന്റ് ആണ്, രാജ്യത്തിന്റെ സുരക്ഷ. So that is what it is, illegal immigration. Then smartphone addiction. അറിഞ്ഞിട്ട് കാര്യമില്ല. എലിഫന്റ് എന്താണ്? ഇന്നത്തെ പിള്ളേരെ മിക്കവരും പഠിക്കുന്നില്ല, അവര് കളിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് കേൾക്കുന്നില്ല. എന്താണ് സ്മാർട്ട് ഫോൺ? ആരാണ് കൊടുത്തത്?
ഈ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ആണ്. 1 വയസ്സുള്ള കുട്ടിയും കളിപ്പാട്ടായിട്ട് കൊടുക്കുന്നത് സ്മാർട്ട് ഫോണാണ്. അതുമായിട്ട് ഹൂക്കപ്പായി അവര് പിന്നെന്താണ്, അതില്ലാതെ പറ്റത്തില്ല. ദാറ്റ് ഹസ് ബിക്കം ആൻ എലിഫന്റ് ഇൻ ദി റൂം. ഇപ്പോഴും പിള്ളേരുടെ ADHD ഡയഗ്നോസ് ഇടുന്നു, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. ആര്? ഇത് കാരണമാണ്. ഇത് കൊടുത്ത് അവർക്ക് ഫാസ്റ്റ് അപ്പൊ അവർക്ക് അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ ദിസ് എലിഫന്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദി പാരന്റ്സ് ആൻഡ് നോബഡി ഈസ് അഡ്രസ്സിംഗ് ദാറ്റ് വൺ. ആം ഐ റൈറ്റ്? ഇഫ് ഐ എം റൈറ്റ്, പുട്ട് ആർ ഇൻ ദി ചാറ്റ് ബോക്സ്. ഞാൻ ഓരോന്ന് ഞാൻ പറഞ്ഞില്ല, ഫാക്ട് വെച്ചേ പറയത്തുള്ളൂ. എന്നിട്ട് സ്ക്രീൻ ടൈം ഇപ്പോഴൊരു 10 വയസ്സ് ആകുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക്, എന്റെ ഫ്രണ്ട് നാട്ടിലവിടെ 2-3 പേരുണ്ട്, ഒത്താൽമോളജിസ്റ്റാണ്. എല്ലാവർക്കും വിഷൻ പ്രോബ്ലം യങ് ഏജിൽ തന്നെ ഇങ്ങനെ ഇതുമായിട്ട് ഇങ്ങനെ ആ ബ്ലൂ ലൈറ്റും എല്ലാം കൂടെ അഡിഷൻ കാരണം. അങ്ങനെ എലിഫന്റ് ഇൻ ദി റൂം. ദെൻ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാം വായിച്ചിട്ടുണ്ട്. ആഹാരം എല്ലാം ആരോഗ്യബോധിനി, വനിത, കിനിത എല്ലാത്തിലും വായിക്കും. ഇങ്ങനെ എന്താണ് ആരോഗ്യത്തിനൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 മിക്സറും 1 ജിലേബിയും കഴിച്ചുകൊണ്ട് അതിന്റെ കൂടെ ഇപ്പുറത്ത് കൊക്കക്കോലയും കുടിച്ചുകൊണ്ടാണ് ഇതെല്ലാം വായിക്കുന്നത്. എന്തൊന്നാണ്. എന്നിട്ട് ഓരോ അസുഖമായിട്ട് ഡോക്ടർക്ക് വരും, ആരോഗ്യത്തിന്റെ പ്രശ്നത്തിലേക്ക്. ബ്ലഡ് പ്രഷർ കുറയുന്നില്ല. എങ്ങനെ കുറയും? കഴിക്കുന്നതെല്ലാം ഹൈ സാൾട്ട്, ലേസ്, ചിപ്സും മറ്റെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ എലിഫന്റ് ഇൻ ദി റൂമിനെ ആദ്യം അഡ്രസ് ചെയ്യണം. ഇറ്റ് ഈസ് ദി ലൈഫ് സ്റ്റൈൽ. ഡു അഗ്രി? ഇഫ് യു അഗ്രി, പുട്ട് എ ഇൻ ദി ചാറ്റ് ബോക്സ്. ഇന്ന് കേരളത്തിൽ ഒരു മോർ ദാൻ 90% ഓഫ് ദി ഹെൽത്ത് പ്രോബ്ലംസ് എന്നിട്ട് അത് സഫർ ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ദാറ്റ് ഈസ് എൻ എലിഫന്റ് ഇൻ ദി റൂം. അതിനെ അഡ്രസ് ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞു കേരളത്തിലെ എഡ്യൂക്കേഷൻ ഇൻഫീരിയർ ആണെന്നുള്ള പ്രൂഫ് ഉണ്ടേ. Student migration tied to quality of education, lack of hands-on training opportunities, and dearth in job process study. The Kerala Academy of Sciences survey also found outdated curriculum to have influenced in the. നമ്മുടെ അവിടുത്തെ സിലബസ് ഉണ്ടല്ലോ മിക്കതിന്റെയും എഞ്ചിനീയറിംഗ് കോളേജിലെല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. നിങ്ങൾ ഇന്നിപ്പോഴും ഒരു കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം അവിടെ കാളവണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? കാളവണ്ടി ശരിയാവോ മനോജ്? കാളവണ്ടി ഔട്ട്ഡേറ്റഡ് സിലബസ്. ഇതില് റിയൽ ഫാക്റ്റും കൂടെ പറഞ്ഞുതരാം. ഒരു 15 കൊല്ലത്തിന് മുമ്പ് അന്നത്തെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ MK രാമേന്ദ്രൻ നായർ, ഇതെല്ലാം ആതന്റിക്കാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള നോളജാണ്. അദ്ദേഹമായിരുന്നു വൈസ് ചാൻസലർ. അദ്ദേഹം തിരുവനന്തപുരത്തെ മാർവാനിസ് കോളേജിൽ അവിടുത്തെ ആലംനെ മീറ്റിന് പുള്ളിക്കാരനായിരുന്നു മെയിൻ സ്പീക്കർ. പുള്ളി പറഞ്ഞു വന്നപ്പോഴതിൽ പറയായിരുന്നു, അതായത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് M.Tech കഴിഞ്ഞ് ഉള്ളവര് ഈ ബോംബെയിലും ഡൽഹിയിലൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ബിടെക്കുകാരന് അറിയാവുന്ന നോളജ് പോലും ഇല്ലാത്ത കാരണം ഇവർക്ക് ജോലി കിട്ടുന്നില്ല. നമുക്കുള്ള ഇവിടെ M.Tech, കേരളത്തില് M.Tech മാസ്റ്റേഴ്സ്, അവിടെ ബിടെക്കുകാരന്റെ. അപ്പൊ അതിന് പുള്ളി പറഞ്ഞു വെച്ചാല് ഇവിടുത്തെ സിലബസ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. ഈ പഴഞ്ചനിതമായിട്ട് അവിടെ പോകുമ്പോൾ ഇവർക്ക് കറണ്ട് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ഒന്നും അറിഞ്ഞുകൂടാ. കോമ്പറ്റീഷൻ ഔട്ട്. അപ്പോൾ ഞാനിവിടെ തന്നെ അടുത്ത ദിവസം തന്നെ 2 ദിവസത്തിനകത്ത് തന്നെ അദ്ദേഹത്തിന് ചെന്ന് സെനറ്റ് ഹാളിൽ പോയി ചേംബറിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്ന് കണ്ടു. എനിക്ക് അങ്ങനെ പുള്ളിക്കാരൻ വൈസ് ചാൻസലർ ആകുന്ന മുമ്പ് എനിക്ക് ചെറുതായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറിന് ഇത് അറിയാമല്ലോ, യു ബിക്കം അവെയർ, ഇതിന് എന്താണ് സാർ ചെയ്തിട്ടുള്ളത്? ഇതൊരു എലിഫന്റ് ഇൻ ദി റൂമാണ്. എലിഫന്റ് ഇൻ ദി റൂം. സാർ എന്ത് ചെയ്തു? ഞാൻ ഇവിടുത്തെ സിൻഡിക്കേറ്റ് കമ്മിറ്റിയിലും അക്കാഡമിക് കൗൺസിലിലും ഈ ഇഷ്യൂവിനെ ഐ റേസ്ഡ് ഇറ്റ് ആൻഡ് ഐ ആസ്ക്ഡ് ദം ടു ഡു വാട്ട് ഈസ് റിക്വയർഡ് ടു ഈ സിലബസും കരിക്കുലം ഓരോ 2 കൊല്ലം കഴിയുമ്പോൾ തന്നെ മാറ്റണം. എത്ര ഫാസ്റ്റ് അല്ലേ, എന്തെല്ലാം ചേഞ്ചസ് വരുന്നുണ്ട്. എന്നിട്ട് എന്തായി? ഈ കോളേജ് അധ്യാപകർ, എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകരെല്ലാം സ്റ്റിഫ് റെസിസ്റ്റൻസ്. They refuse to accept that one. ഇവരെല്ലാം വെടിവെച്ച് കൊല്ലണം. ഞാൻ പറയാം, ഈ ഭാവി അവരുടെ തകർക്കുന്ന ചെറുപ്പക്കാരുടെ ഭാവി. അവർ 4.5 കൊല്ലം ആ എഞ്ചിനീയറിംഗ് കോളേജിലെല്ലാം കയറി ഇറങ്ങി വന്നിട്ട് പരീക്ഷയെല്ലാം എഴുതിയിട്ട് അൺഎംപ്ലോയിഡ് ആക്കുന്ന ഇവരെ വെറുതെ വിടാമോ? വിട്ടുകൂടാന്നുണ്ടെങ്കിൽ വിട്ടുകൂടാന്നുള്ളത് ഒരു വിയട്ടെ.
വിട്ടുകൂടാന്നുള്ളതിന്റെ വിയേഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. വിട്ടുകൂടാ ഇവരൊക്കെ ദ്രോഹികളാണ്. എന്നിട്ട് ഇതിൽ ഒരുപാട് പേരുടെ പിള്ളേർ ഇവിടെ അല്ല പഠിക്കുന്നത്, അതറിയാമോ? ഇൻട്രസ്റ്റിംഗ് പാർട്ട്. അവരുടെ പിള്ളേർ, ഇവിടുത്തെ ഒരുപാട് പേരുടെ ഈ ഫാക്കൽറ്റി പ്രൊഫസർമാരുടെ പിള്ളേർ തന്നെ എവിടെയാണെന്ന് അറിയാമോ? ചെന്നൈയിലും വേറെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിനുശേഷം വന്ന കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, അദ്ദേഹത്തിന് ഞാൻ കണ്ടു ഒരിക്കൽ വേറൊരു മീറ്റിംഗിൽ വെച്ച്. ഞാൻ ചോദിച്ചു എത്ര പിള്ളേരുണ്ട്, അവർ എന്ത് ചെയ്യുന്നു? 2 പേരും പഠിക്കുകയാണ് ഇവിടെ ചെന്നൈയിൽ, MSc ഫിസിക്സ്. നോക്കിക്കോളേ, ചെന്നൈയിൽ പഠിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറിന്റെ 2 പിള്ളേരും. വേറെയും ഒരുപാട് പേരുടെ പിള്ളേരെല്ലാം വിദേശത്തും ഔട്ട്സൈഡിലാണ്. ഇപ്പോഴത്തെ ഞാൻ പേര് പറയാതെ തന്നെ അറിയാം, അദ്ദേഹത്തിന്റെ മകള് പഠിച്ചത് കോയമ്പത്തൂരിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. കേരളത്തിലല്ല. അങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ടെറിബിൾ. ഇപ്പൊ ഞാൻ പറഞ്ഞത് കൺവിൻസ് ആണെന്ന് ചെയ്യട്ടെ. ഞാൻ ഇങ്ങനെ കുറെ ഇനിയും ഒരുപാട് പറയാനുണ്ട്, അതും കൂടെ പറയാം. ഇനി മെഡിക്കൽ എഡ്യൂക്കേഷന്റെ കാര്യം ഞാൻ വരുന്നുണ്ട്, അടുത്തത് അത് കാണിക്കാം. അതിന് മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഓക്കെ, എബ്രഹാം വൈദ്യൻ ജി, താങ്ക് യു. എന്നിട്ട് ടോപ്പ് കേരള ഒഫീഷ്യൽ എക്സ്പ്രസ് കൺസേൺ ഓവർ സ്റ്റേറ്റ്സ്, ഷാനവാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ, അദ്ദേഹം എന്താണ് പറഞ്ഞത്? A+ ആണ് 65,000 പേർ കിട്ടുന്നത്. SSLC എല്ലാം. SSLC ഇപ്പൊ തോക്കാനാണ് പ്രയാസം. മനോജി, SSLC തോറ്റ് കിട്ടാനാണ് ഏറ്റവും പ്രയാസം. ആണോ? 99% ജയിക്കുന്നത്. അതിൽ നല്ലൊരു ശതമാനം പേർക്ക് അവരുടെ സ്വന്തം പേര് പോലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ അറിഞ്ഞുകൊടുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ബെറ്റർ ആകുന്നത്? ആൾ പാസ്, 8ാം ക്ലാസ് വരെ എല്ലാവരും പാസ്. ഞാനൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയല്ല. എന്റെ കൂടെ പഠിച്ച സ്കൂളിൽ പഠിച്ച കുറെ പേർക്ക് 4ാം ക്ലാസ്സിൽ തോറ്റു പോയിട്ടുണ്ട്, 5ാം ക്ലാസ്സിൽ തോറ്റു പോയിട്ടുണ്ട്, പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒന്നുമില്ല, 8ാം ക്ലാസ് വരെ ആൾ പാസ്. പിന്നെ അത് കഴിഞ്ഞാൽ SSLC ഇങ്ങനെയാണ്. അങ്ങനെയാണ് ഒന്നിനും കൊള്ളാത്ത നല്ലൊരു യുവതലമുറയെ വാർത്തെടുക്കുകയാണ്. ദിസ് ആൻ എലിഫന്റ് ഇൻ ദി റൂം. കേരള മോഡൽ ഹെൽത്ത് കെയർ അണ്ടർ സ്ട്രെയിൻ ആസ് മെഡിക്കൽ ടീച്ചേഴ്സ് സ്റ്റെപ്പ് അപ്പ്. എത്ര ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തന്നെ ഒരു 10-15 വന്നു കൂടുതലായിട്ട്, പണ്ടില്ലാത്തത്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അതിലും കൂടുതൽ. പണ്ട് 5 ഉണ്ടായിരുന്നു, ഇപ്പൊ എത്ര 28-30 അത്രയൊക്കെയാണ്. ഞാൻ അവിടെ നാട്ടിൽ 5 കൊല്ലം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഈ 2-3 മെഡിക്കൽ കോളേജ് ഞാൻ തന്നെ പോയിട്ടുണ്ട്. ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ എന്നെ അവിടെ ടോക്കിനൊക്കെ വിളിച്ചപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ എന്താണ് 24. ഓക്കെ, അന്വേഷിച്ചപ്പോൾ എന്താണ് അവിടെ ചെന്ന് പോയിട്ട് ICU പോകുന്നു. ഒരു ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിൽ ICUയിൽ ഒരു പേഷ്യന്റ് പോലും ഇല്ല. 4 ബെഡുണ്ട്, 4 വേക്കന്റ് ആണ്. വാർഡില് ഒരു 50% ബെഡും വേക്കന്റ് ആണ്. അപ്പൊ അവിടെ നിന്ന് MBBS പഠിച്ച് വരുന്നവർക്ക് എന്ത് നോളജാണ്, എന്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്? വല്ലതും അറിയാമോ? ഇല്ല. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ടെറിബിൾ. ഇന്ന് ഞാൻ അവിടെ 5.5 കൊല്ലം ഞാൻ അവിടെ കുത്തിയിരുന്നതിന് കാരണം എന്റെ അച്ഛനെ ചെറിയായിട്ടൊരു അസുഖം ഉണ്ടായിരുന്നുള്ളൂ. 85 വയസ്സ് കഴിഞ്ഞു. എനിക്ക് പേടി. അവിടുത്തെ 1-2 പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അച്ഛൻ പോയപ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റി ഇരുന്ന ജൂനിയർ ഡോക്ടർമാര് അവരുടെ ഇഗ്നറൻസ്, നെഗ്ലിജൻസ്, അറഗൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാകത്തില്ല. എനിക്ക് എന്റെ അച്ഛനെ ഞാൻ വിട്ടേക്കാൻ അമേരിക്കയിൽ പോയി കഴിഞ്ഞാല് അച്ഛൻ കഷ്ടപ്പെടും. അതാണ് ഞാൻ അവിടെ ഇരുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ടെറിബിൾ. ഇല്ലീഗൽ ഇമിഗ്രേഷൻ ടു ഇന്ത്യ, നേരത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വരുന്നത്. അതാണ് ഇപ്പോഴത്തെ SIR-ൽ കൂടെ വെസ്റ്റ് ബംഗാളിൽ എത്രയോ ലക്ഷങ്ങളാണ് അവർ റിമൂവ് ചെയ്തത്. മിക്കവർക്കും സിറ്റിസൺഷിപ്പ് ഇതല്ല, സിറ്റിസൺസ് പോലെ അല്ല. അപ്പൊ അതിനാണ് ഒച്ചപ്പാടെല്ലാം. They live a life of denial, resistance, excuse making, blaming, avoidance, and other diversionary behaviors. The problem is not the absence of knowledge. Most people know exactly what needs to be learned. പക്ഷേ application of knowledge. And ഒരു examples of elephant in the room, Article 370. നിങ്ങൾക്ക് അറിയാമല്ലോ, Article 370 കാശ്മീരിന്റെ, അത് നെഹ്റു പുള്ളിക്കാരൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ടെമ്പററി എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ടെമ്പററി എത്ര 70 കൊല്ലം വരെയാണ് ടെമ്പററി. അത് കാരണം കാശ്മീരിൽ ടൂറിസം കംപ്ലീറ്റ് നശിച്ചു, ടെററിസം വളർന്നു, സ്റ്റോൺ പെൽറ്റിംഗ് ആയതനുസരിച്ച് വേറെ ആർക്കും അവിടെ സ്ഥലം വാങ്ങിക്കാൻ പറ്റത്തില്ല. കാശ്മീർ റെസിഡൻസ് മാത്രമേ അവിടെ ലാൻഡ് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാം കൊണ്ട് കുട്ടിച്ചോറാക്കി അതിനെ
ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലത്തിന്, എന്നിട്ട് ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്യാനായിട്ട് അവസാനം ഇത് കാണിച്ച ആരാണ്? ഈ ഗവൺമെന്റ്, ഇപ്പോഴത്തെ ഗവൺമെന്റ്. എന്നെ വേണമെച്ചാൽ നിങ്ങൾ സംഖ്യയോ മങ്കിയോ പിങ്കിയോ എന്തോ വേണമെച്ചാലും വിളിച്ചോ, ഞാൻ ഫാക്ടേ പറഞ്ഞിട്ടുള്ളൂ, എനിക്കത് പ്രശ്നമില്ല. അതിനുശേഷം എന്ത് സംഭവിച്ചു? അത് മാറ്റാൻ പോകുന്നു പറഞ്ഞപ്പോൾ തന്നെ വേറൊരു പ്രതിപക്ഷത്തിന്റെ നേതാവ് പറഞ്ഞു അവിടെ ചോരപ്പുഴ ഒഴുകും, അവിടെ ചോരപ്പുഴ ഒഴുകും. അവിടെ ചോര ഒഴുകി. കുറെ പെണ്ണുങ്ങൾക്ക് മെൻസസ് ഉള്ളപ്പോൾ അവർക്ക് മെൻസസ് കൂടി, അത് കാരണം കുറെ ചോര ഒഴുകി. അതല്ലാതെ ചോരപ്പുഴ ഒഴുകും. അവിടെ ടൂറിസം അറിയാം, 2020 ഫോറിൻ ടൂറിസ്റ്റ് 1650 പേര് വന്ന നേരത്താണ് അവസാനത്തെ ലിസ്റ്റ് അനുസരിച്ച് 65,000 പേരാണ് ഫോറിൻ ടൂറിസ്റ്റ്. 5000-ഓളം ഹോട്ടൽസ് അവിടെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ടൂറിസത്തിലുള്ള റവന്യൂ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം. അപ്പൊ ആ എലിഫന്റ് ഇൻ ദി റൂമിനെ അവസാനം പേടിക്കാതെ, വോട്ട് ബാങ്ക് നോക്കാതെ ധൈര്യമായിട്ട് ഇതിനെ സമ്മതിച്ചു കൊടുക്കേണ്ട. ഒരു കൈയടി കൊടുത്തേ മനോജ്, ഒരു കൈയടി കൊടുത്തേ അതിന്, ആ സ്റ്റേറ്റിന്റെ ഇത്രയും ഇതിന്റെയൊക്കെ. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, താങ്ക് യു എബ്രഹാം വൈദ്യൻജി. അതെ, സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അതിനെ. എന്നിട്ടും അവിടെ വോട്ട് കിട്ടിയില്ല, സീറ്റൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ തവണ അവരല്ല, BJP അല്ല വന്നിട്ടുള്ളത്, ഇതെല്ലാം ചെയ്തു കൊടുത്തു. ഇക്കോണമി നന്നായി. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറെ പേരെങ്കിലും ഈ കാശ്മീർ പോയിട്ടുണ്ടോ? എന്റെ ഫ്രണ്ട്സ് ഒരു 5 പേരെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഈ കഴിഞ്ഞ 4 കൊല്ലത്തിനുള്ളിൽ ഇവിടെ കാശ്മീർ പോയിട്ട് വന്നിട്ടുണ്ട് അല്ല. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ആർട്ടിക്കിൾ 370 എലിഫന്റ് ഇൻ ദി റൂം, FCRA ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതാണ്, ഫോറിൻ കറൻസി റെഗുലേഷൻ കോൺട്രിബ്യൂഷൻ ആക്ട്. അതായത് വിദേശത്ത് നിന്ന് കിട്ടുന്ന കാശ്, അത് മിക്കവരും എന്താ പറയുക, ചാരിറ്റി വർക്ക് എന്ന് പറഞ്ഞ് കുറെ NGOs അങ്ങ് ഇറങ്ങും, രജിസ്റ്റർ ചെയ്യും. ആ കാശ് വെച്ച് ഇവിടെ പാവപ്പെട്ടവരെല്ലാം അങ്ങ് ഇതാക്കാനായിട്ടാണ്, എല്ലാത്തിനും വേണ്ടിയിട്ടെന്ന് പറഞ്ഞ്. അപ്പൊ പണ്ടേ ഉണ്ട് ഈ ആക്ട്. ആദ്യം വന്നത് ഈ BJP ഗവൺമെന്റ് അല്ല, 1976. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു ഫാക്ടാണ്. അന്ന് മോഡിയും കീടിയും കോടിയും ആരും ഇല്ല അവിടെ. അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് പീരീഡിൽ. അത് കഴിഞ്ഞിട്ട് 2011 തോന്നുന്നു, അന്ന് UPA മൻമോഹൻ സിംഗിന്റെ, അന്നാണ് വേറെ കുറച്ച് അമെന്റ്മെന്റ് ഒക്കെ വരുത്തിയത്. അങ്ങനെയുള്ള ആ ആക്ടിനെ ഇപ്പോൾ കുറച്ചുകൂടെ ടൈറ്റൻ ചെയ്തു ഇവർ വന്നതിന് ശേഷം. 50,000-ഓളം ഇവർക്ക് വന്നിട്ട് അതനുസരിച്ച് ഓരോ കൊല്ലവും ആഡിറ്റഡ് റിപ്പോർട്ട് കൊടുക്കണം. ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കണം, എങ്ങനെ പൈസ കിട്ടി, എവിടെ നിന്ന് കിട്ടി, എങ്ങനെ ചെലവാക്കി എന്നുള്ളത്. ആ റിപ്പോർട്ട് ഒന്നും സബ്മിറ്റ് ചെയ്യാതിരിക്കായിരുന്നു ഒരുപാട് പേര്. എല്ലാം കിട്ടി, എല്ലാം പുട്ടടിച്ചുകൊണ്ടിരിക്കായിരുന്നു. എല്ലാം വസ്തു സ്ഥലമെല്ലാം വാങ്ങിച്ച് ജാളിയായിട്ട്, മറ്റേ ബെൻസ് കാർ എല്ലാം വാങ്ങിച്ച് ഇങ്ങനെ സുഖമായിട്ട് ജാളിയായിട്ടിരുന്നതിനെ. അപ്പൊ ആ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. എത്ര പേരുടെ? 20,000-ഓളം ലൈസൻസ് ആണ് പോയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് എവിടെ അറിയാം? തമിഴ്നാട്, ആന്ധ്ര, UP, അത്ര ഇതാണ്. പക്ഷെ ഇപ്പോഴും ഏറ്റവും വേവലാർക്കെന്ന് അറിയാം, കേരള, മലയാളത്തിൽ ഇവിടെ നിന്നാണ് FCRA. എന്തുകൊണ്ട്? പുട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാടെണ്ണം. അതുകൊണ്ട് ഇത്തവണ ഈ ഇലക്ഷന് BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടുമെന്ന് സംശയമാണ് കേട്ടോ. ഇപ്പോഴത്തെ നാളെ ഇലക്ഷൻ വരുമല്ലോ, വൈകുന്നേരം റിസൾട്ട് വരുമ്പോൾ ഒന്ന് പോലും കിട്ടിയില്ലെങ്കിലും ഞാൻ ആശ്ചര്യപ്പെടത്തില്ല. അതെ, FCRA അതിലോട്ട് ചെയ്തത്. ഇതിപ്പോ മനസ്സിലായോ? ഞാൻ പറഞ്ഞപ്പോ ക്ലിയർ ആയോ? FCRAയുടെ പർപ്പസ് അത് മാത്രമല്ല, ഇത് പല ബാങ്കിൽ കൂടെ, കാത്തലിക് സിറിയൻ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, അതെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ റിലീജിയനുള്ളവരാണ്. അതാണ് ഈസി ആയിട്ട് മണി ഇതൊക്കെ പലതും വരുന്നതിന് മാറ്റിയിട്ട് ഡൽഹിയിലെ SBIയുടെ ഒരു ബ്രാഞ്ച് മാത്രം ഇതിനു വേണ്ടി മാത്രം, NGOക്ക് വേണ്ടി മാത്രം, അതുവഴി മാത്രമേ മണി ട്രാൻസാക്ഷൻ പാടുള്ളൂ. അപ്പൊ എല്ലാം കൂടെ ആയപ്പോ പ്രയാസമായി. അപ്പൊ എന്താണ്? കോൻ ഹേ മേരാ ദുഷ്മൻ, ഹമാരാ ദുഷ്മൻ മോഡി, നരേന്ദ്ര മോഡി ഹമാരാ ദുഷ്മൻ ഹേ. ആയല്ലോ. ഷൈല ഇതെല്ലാം കേട്ടെങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഓക്കെ, ഞെട്ടിയതിന്റെ എക്സ്പ്രഷൻ കണ്ട് അത് ഞെട്ടിയത് എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. ശരി. TN ശേഷൻ അടുത്ത സ്ലൈഡ് കാണിക്കുന്നുണ്ട്. നരസിംഹറാവു കാണിക്കുന്നുണ്ട്. PSA ടെസ്റ്റ് വരുന്നുണ്ട്. നോയിങ് ഡൂയിങ് ഗ്യാപ്പ്, അറിഞ്ഞിട്ട് കാര്യമില്ല, അതിന് അപ്ലൈ ചെയ്യണം. ആ ഗ്യാപ്പാണ് പ്രശ്നം. 5 years after abrogation of Article 370, Kashmir sees hope, challenges and transformation. നേരത്തെ ഞാൻ പറഞ്ഞു, അതിന്റെ അത് തന്നെയാണ് ഗ്രോത്ത് സ്റ്റോറി. നരസിംഹറാവു എന്ത് ചെയ്തു? നരസിംഹറാവു അധികാരത്തിൽ വന്നപ്പോൾ എന്താണ്? ഇവിടെ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വെർച്വലി ഒന്നും ഇല്ല.
47 ടണ്ണ് സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് കാശെടുക്കുന്നത്. അത് എന്ത് ചെയ്തു? എലിഫന്റിന്റെ റൂം എന്താണ്? നമ്മുടെ ചില നിയമങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് എടുത്ത് വെച്ചുകൊണ്ട് അത് തടസ്സമായിട്ടിരിക്കുകയാണ് ഗ്രോത്തിന്. പുള്ളി ലിബറലൈസ് ചെയ്തു, ഉദാരവൽക്കരണം. അങ്ങനെയാണ് TCS, ഈ ഇൻഫോസിസ്, ഇവരെല്ലാം വന്നത്, ഫോറിൻ ഇത് വന്നത്, ലിബറലൈസ് ചെയ്തു. അതിനും ഉദാരവൽക്കരണത്തിനെതിരെ ആരാണ്? കേരളമാണ് എല്ലാത്തിനെതിരെ, യന്ത്രവൽക്കരണത്തിനെതിരെ. അതോടുകൂടി ആലപ്പുഴയിലെ കയർ ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് കുളമായി പോയി, യന്ത്രവൽക്കരണത്തിനെതിരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? കമ്പ്യൂട്ടർവൽക്കരണത്തിനെതിരെ. അവിടെ RBIയുടെ ഓഫീസിന് മുമ്പിലും മറ്റെവിടെയും എത്ര നാൾ പന്തലെല്ലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളി. PSC ഓഫീസിലും കമ്പ്യൂട്ടർവൽക്കരണത്തിനെതിരെ കേരള. അത് കഴിഞ്ഞിട്ട് എന്തോന്നാണ്? മറ്റേ ഇത് ഉദാരവൽക്കരണത്തിനെതിരെ. എല്ലാത്തിനും എതിരെ. അതാണ് പ്രബുദ്ധ കേരളത്തിൻ്റെത്. ഞാൻ പറയുന്നത് ശരിയാണോ? ശരിയാണെങ്കിൽ എസ് പറഞ്ഞേ. ശരിയാണോ? വേറെ ഒരു സ്റ്റേറ്റിൽ ഇത്രയും എതിരില്ല. എല്ലാത്തിനും എതിരെ. ഈ എതിരെ നിന്നവർ അവരുടെ കയ്യിൽ ഇപ്പോഴും ലാപ്ടോപ്പ് ഇല്ലാതെ നടക്കുന്നേ ഇല്ല കേട്ടോ. ലാപ്ടോപ്പ് ഇല്ലാതെ നടക്കുന്നില്ല. അവർ വിളിക്കിറങ്ങാനായിട്ട് കക്കൂസി പോകുമ്പോഴും ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ഐപാഡ് എടുത്തുകൊണ്ട് പോകുന്ന ഒരാളുണ്ട്. അദ്ദേഹം മുൻ വൈസ് ചാൻസലർ ആയിരുന്നു, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രസിഡന്റും ആയിരുന്നു കേട്ടോ. അങ്ങനെ TN Session, the man who made election commission realized that it is not a toothless tiger. അദ്ദേഹത്തിന് മുൻപ് അദ്ദേഹം 10ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ്. അതിന് മുമ്പ് ബൂത്ത് ക്യാപ്ചറിങ്, റിഗ്ഗിങ്, വൈഡ് സ്പ്രെഡ്, കള്ള വോട്ടുകൾ എല്ലാം ഇടുന്നതെല്ലാം ഉണ്ടായിരുന്നു. അതിന് മുമ്പുള്ള അങ്ങേര് പുതുതായിട്ട് നിയമമൊന്നും അങ്ങേർക്ക് എഴുതാൻ പറ്റത്തില്ല. ഉള്ള നിയമം തന്നെയാണ് അങ്ങേര് എൻഫോഴ്സ് ചെയ്തത്. വോട്ടർ ID കൊണ്ടുവന്നു, പാരാമിലിറ്ററി ഫോഴ്സിന് ഇത് കൊണ്ടുവന്നു, എല്ലാം ഇതാക്കി. അതുകൊണ്ടാണ് എല്ലാവരും TN Sessionന്റെ പേര് ഓർക്കുന്നത്. അങ്ങേര് ആ നിയമത്തിന്റെ അപ്ലൈ ചെയ്തു. എന്റെ സാർ ഡോക്ടർ മാത്യു റായ് വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കൽ പറഞ്ഞാണ്, എടോ അധികാരം കിട്ടിയിട്ട് കാര്യമില്ല, അണ്ടിക്ക് ഉറപ്പുള്ളതിന് മാത്രമേ അധികാരം കിട്ടാവൂ. ഉദ്ദേശിച്ചത് അദ്ദേഹം രാഷ്ട്രീയ നേതാവായാലും ഇതേപോലെ ഈ ബ്യൂറോക്രാറ്റ് ആയാലും ആ അണ്ടിക്ക് ഉറപ്പില്ലാത്ത ഇല്ല. അണ്ടിക്ക് ഉറപ്പുള്ളവനാണ് B. അശോക് കുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പ്രശാന്ത് അണ്ടിക്ക് ഉറപ്പുള്ളവനാണ്. ആ ജേക്കബ് തോമസ് അണ്ടിക്ക് ഉറപ്പുള്ളതാണ്. എഗ്രീഡ് എന്ത് ചെയ്യട്ടെ? അണ്ടിക്ക് ഉറപ്പ് വേണം സംഗതി. പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ക്രീനിങ്സ് ഹാവ് ചേഞ്ച്ഡ് ഫോർ ദി ബെറ്റർ. അത് ഞാൻ സമയം കിട്ടുകയാണെന്ന് വെച്ചാൽ പറയാം. FCRA ബിൽ റീസണബിൾ കർവ്സ് ആൻഡ് ടൂൾസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വയലേഷൻ ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ എന്നിട്ട് എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ഒരു ടോക്ക് കൊടുക്കാറുണ്ട്. ഈ വ്യാഴാഴ്ച വരുന്നത് സെൽഫ് ടോർച്ചർ, നോ ഗട്ട്സ് നോ വിൻസ്. ഇനി സമയം നമുക്ക് എത്ര ഉണ്ട്? 4 മിനിറ്റ് ഉണ്ട്. 1 മിനിറ്റിനകത്ത് ഞാൻ PSAയുടെയും കൂടെ പറയാം. അതായത് അലോപ്പതിയിലാണ് PSA ടെസ്റ്റ്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ. ഒരു 10-12 കൊല്ലത്തിന് മുമ്പ് വരെ 50 വയസ്സ് കഴിഞ്ഞാൽ 70 വയസ്സ് വരെ എല്ലാ കൊല്ലവും PSA ടെസ്റ്റ് ചെയ്യണം. അതെ, പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഇതാണ് റിസ്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ചെയ്യുമ്പോൾ കുറെ പേർക്കെങ്കിലും അത് ആ നമ്പർ 4 എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ച് അങ്ങോട്ട് 4.5, 5 ആവും. യൂറോളജിസ്റ്റിനെ റെഫർ ചെയ്യണം. യൂറോളജിസ്റ്റ് ഉടൻ തന്നെ അവനൊരു ബയോപ്സി ചെയ്യും. അപ്പൊ അവന് കാശ് കിട്ടും. ഒന്നാമത്തെ ബയോപ്സി കാശ് അവർക്കും കിട്ടുകയാണ്, ലാബിൻ്റെതായിട്ടൊക്കെ. ശരി, അതുകൊണ്ട് എന്ത് കുഴപ്പം എന്താണ്? ഒരു സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് പീപ്പിൾ ആഫ്റ്റർ ദ ബയോപ്സി അവർക്ക് യൂറിനറി ഇൻകോണ്ടിനൻസ്, മൂത്രം ലീക്ക് വരുന്നുണ്ട്. അതിന്റെ ഇതായിട്ട് എഫക്റ്റ് ആയിട്ട് കുറെ പേർക്ക് ഇമ്പോർട്ടൻസ്, ഉദ്ധരണം നടക്കുന്നില്ല. PSA അവസാനം റിസൾട്ട് വരുന്നതാണ് നെഗറ്റീവ്. ക്യാൻസർ ഒന്നുമില്ല, ക്യാൻസർ ഇല്ല, പക്ഷേ സംഗതി ഇറക്ഷൻ പോയി. ഇത് ടെമ്പർ ആകുന്നില്ല, വഴിയാകുന്നില്ല, സംഗതി പോയില്ലേ. മറ്റേത് മൂത്രം ലീക്ക്, ഡയപ്പർ മറ്റും നടക്കണം. എങ്ങനെയുണ്ട്? കൊള്ളാമോ മനോജി? അപ്പൊ അതിനെ അവസാനം യൂറോപ്പിലാണ് അവർ പറഞ്ഞു ഇതുകൊണ്ട് മോർ ഹാം. അതുകൊണ്ട് ഇപ്പോഴ് അതിനെ മാൻഡേറ്ററി മാറ്റി. അത്രയും നാൾ ആ എലിഫന്റിന്റെ റൂം വച്ച് പൊറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നിങ്ങളെ ഞാൻ എന്റർടൈൻ ചെയ്തോ, എൻലൈറ്റൻ ചെയ്തോ, എംപവർ ചെയ്തോ ഉണ്ടെങ്കിൽ ഒരു ട്രിപ്പിൾ E എന്റർടൈൻ, എൻലൈറ്റൻ, എംപവർ. ഓക്കെ, താങ്ക് യു മനോജി. ഓക്കെ, ചോദ്യങ്ങൾ ഇനി അടുത്തൊരു 2 മിനിറ്റ് ഉണ്ട്. ചോദ്യം വല്ല ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല ആഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ താങ്ക് യു മറിയാമ്മജി.
ഞാൻ ചോദിച്ചോളൂ. വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പം പണ്ട് പത്രത്തിന്റെ വാക്കാണ് ഓർമ്മ വന്നത്. ഒരു കുട്ടി പറഞ്ഞെന്ന്, ഞങ്ങളെല്ലാവരും ജയിച്ചു, ടീച്ചർ മാത്രം തോറ്റെന്ന്. കാരണം എല്ലാ പിള്ളേരും അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ ടീച്ചർ മാത്രം അവിടെ നിൽക്കുന്നു. അപ്പൊ കുട്ടി പറഞ്ഞ ഞങ്ങളെ ജയിച്ചു. അതാണ് രസകരമായ കാര്യം. ഉം. പിന്നെ നല്ലൊരു ശതമാനം ടീച്ചേഴ്സും നോക്കൂലി വാങ്ങിക്കാൻ വരുന്നവരാണ്. അവർക്ക് പഠിപ്പിക്കാനായിട്ട് യാതൊരു ഇതുമില്ല. അതെ, അതിൽ ഇനി പറയുമ്പോൾ കുറെ പേര് പറയും, ഓ ഇങ്ങനെ മറ്റേ സ്ത്രീ വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞാലേ, പക്ഷെ ഫാക്ട് ആണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് സാറന്മാരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സാറന്മാരെ കാണാൻ കിട്ടുന്നില്ല, എക്സ്റ്റിങ്റ്റ് ആയി. വംശനാശം സാറന്മാരെ കാണാനില്ല, എല്ലാം പെണ്ണുങ്ങളാണ്. അതിന് നല്ലൊരു ശതമാനം വരുന്നത് അവര് വന്നിട്ട് ഇത് ജോലി സുഖമാണ്, ഇവര് പഠിച്ച് ജയിക്കണമെന്ന് യാതൊരു ഇതുമില്ല, ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ശമ്പളവുമാണ്, മാസം 2 മാസം അവധിയുണ്ട്, ക്രിസ്മസ് ഓണം അവധിയുണ്ട്. അത് ചുമ്മാ വന്നില്ല. അവര് ഉഴപ്പിയിരുന്നുകൊണ്ടല്ലേ മിക്കവരും ട്യൂഷൻ എന്തിന് ട്യൂഷന് പോകുന്നു? അവർ പഠിപ്പിച്ച അതേ ബുക്ക് വെച്ചാണല്ലോ വേറെ ട്യൂഷന് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ യാതൊരു ആത്മാർത്ഥതയോ ഒരു വിധത്തിലും ഒരു കുറ്റബോധവും ഇല്ലാത്തവരാണ്. അവരുടെ പിള്ളേരൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുപോകത്തില്ല. ഈ ടീച്ചർമാരുടെ പിള്ളേരെ അന്വേഷിച്ച് നോക്കിയേ, അവരെല്ലാം നല്ല പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ടുവിടും. ശരിയാണോ മനോജ് ജി? ശരിയാണോ? സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഒരു മിനിറ്റും കൂടെ ഉണ്ട്. എബ്രഹാം വൈദ്യൻ ജി വല്ലതും പറയാനുണ്ടോ? അത് മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. ഡോക്ടർ യാത്രയിലാണെന്ന് തോന്നുന്നു. മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ പറയുക. ഐ ഹാവ് ഡൺ മൈ ബെസ്റ്റ്. ഞാൻ വന്നിട്ട് ഇതില് ഫാക്ട്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണം ഫാക്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരാൾക്കും 1,00,000 രൂപ വെച്ച് തരും. പോരെ? അതാണ് 1,00,000 രൂപ. ഞാൻ പറഞ്ഞത് ഫാക്ട് അല്ല എന്നുണ്ടെങ്കിൽ. ചുമ്മാ വന്ന് ഗപ്സ് അടിച്ചേച്ചല്ലേ ഗുണ്ടടിച്ചേച്ച് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശൈലജ് സാറ് 1,00,000 രൂപ ആർക്കും കൊടുക്കേണ്ടി വരില്ല, കാരണം സാറ് പറഞ്ഞതെല്ലാം അപ്രിയ സത്യങ്ങള്. ഓക്കെ, ഗുഡ്. നാളെ BJPക്ക് സീറ്റ് വല്ലതും കിട്ടണമെങ്കിൽ സാറ് 1,00,000 രൂപ IFPന് തന്നാ മതി, ഞങ്ങൾ രക്ഷപ്പെടുവായിരുന്നു. എന്ത് പറയുന്നു മനോജ്? അതെ, മതി. എങ്കിൽ നമുക്ക് 1,00,000 രൂപ നമുക്ക് തന്നാ മതി സാറേ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഡോക്ടർ അനിൽകുമാറാണ് നമ്മുടെ ട്രഷററാണ്, അതാണ് അങ്ങനെ ചോദിച്ചത്. എന്നാണ് ചോദിച്ചത്. ട്രഷറർ ആയതുകൊണ്ട് പൈസയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഒരു സീറ്റ് 1,00,000 രൂപ അല്ല, ഞങ്ങൾ രക്ഷപ്പെടുവായിരുന്നു. അങ്ങനെ ഒരു ടോക്കിന് വേണ്ടിയിട്ട് എത്ര ഞാൻ ടൈമും എനർജിയും സ്പെൻഡ് ചെയ്യാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടുമല്ലോ അല്ലെ? ഇത്ര എല്ലാം ഒന്ന് ഇത് ചെയ്ത് ഒരു ബുക്കിൽ നിന്നുള്ളതല്ല, പലതായിട്ടൊക്കെ ഇങ്ങനെ എല്ലാം എടുത്ത് അതിൽ ഓരോന്നിനുള്ള ഫാക്റ്റും ആ എവിഡൻസും ഞാൻ തപ്പിയെടുത്ത് ഇടുന്നതെന്ന് വെച്ചാല്, നാളെ എന്റെ ടോക്കിന് ആരെങ്കിലും കോട്ടിയാണെന്ന് വെച്ചാല് അതിൽ ഫാക്ട് ഇരിക്കും. അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ എല്ലാം ഫാക്ട്സ് ആണ്. അല്ലാതെ സാറിന്റെ ക്ലാസ് എല്ലാ ദിവസത്തെയും പോലെ വളരെ ഗംഭീരം തന്നെ ആയിരുന്നു. സാറിന്റെ ഇന്നത്തെ ക്ലാസ്സിന് നല്ലൊരു ക്ലാസ്സിന് സാറിന് നല്ല എഫർട്ട് എടുത്ത് ഒരുപാട് റെഫർ ചെയ്തൊക്കെയാണ് സാർ ഇന്നത്തെ ക്ലാസ്സും എടുത്തിരിക്കുന്നത്. ഈ ക്ലാസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി മനോജ് ഡോക്ടറെ തന്നെ ക്ഷണിക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും സാറങ്ങ് ചെയ്യുന്ന ഒരു അത്ഭുതമല്ല. കാരണം വെച്ചാല് മെഡിക്കൽ കോളേജിലെ പഴയ കാലത്തെ പഴയ അധ്യാപകരും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരുന്നു. അവരുടെ ഒരു പാരമ്പര്യം തീർച്ചയായിട്ടും മാത്യു റോയ് സാറും പൈസാറിന്റെ ഒക്കെ പാരമ്പര്യം സാറിന് ഉണ്ടാവും. അതോടുകൂടി തന്നെയാണ് എന്തായാലും വളരെ നന്നായിരുന്നു. വളരെ ഈ പറഞ്ഞ ചിന്തിക്കേണ്ടതായിട്ടുള്ള മാത്രമല്ല ഒരുപാട് വിഷയങ്ങൾ കടന്നുപോയി. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അറിവുള്ള ആള് തന്നെയാണല്ലോ സാർ. അത് എന്തായാലും പറഞ്ഞ പോലെ ഹനുമാന്റെ കാര്യം ഡെയർ ടു ബി വൈസ് എന്ന് പറഞ്ഞു സാർ. ഇപ്പോൾ അത് ചെയ്യുന്നത് വളരെ നന്ദി സാർ. താങ്ക് യു. ഓക്കെ, മനോജ് ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സാർ ഇനിയും ഇതുപോലുള്ള നല്ല വിഷയങ്ങളുമായിട്ട് IFPH പ്ലാറ്റ്ഫോമിൽ എത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മലയാളം വിഭാഗം പ്രോഗ്രാം കൂടെ അവസാനിപ്പിക്കുകയാണ്. സാറിന് വൈദ്യ ഡോക്ടർ യാത്രയിലാണ്. നല്ല ക്ലാസ് ആയിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഗുഡ് നൈറ്റ്.